السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. اللهم اهدنا وسددنا. അൽഹംദുലില്ലാ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കോൺഫ്ലിക്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇൻഷാ അല്ലാഹ് ഇന്ന് സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഒരു പാർട്ടും കൂടെ വേണ്ടി വരും എന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താൽ തന്നെ നമ്മളെ വീടുകളിലൊക്കെ അതിനെ അപ്ലൈ ചെയ്ത് ചിന്തിക്കുള്ളൂ. അപ്പം ഇന്നും എനിക്ക് നോട്ട് എഴുതിയപ്പോൾ തോന്നിയ ഒരു സെഷനും കൂടെ ഉണ്ടാവുമെന്ന് ഇൻഷാ അല്ലാഹ്. ഇന്നത്തേത് അതിനു മുമ്പ് നമുക്ക് ഐഫോസിന്റെ അപ്ഡേറ്റ്സ് എന്ന് പറയാൻ അൽഹംദുലില്ലാഹ് പുതിയതായിട്ടൊന്നുമില്ല. നമ്മൾ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള റിക്വസ്റ്റ് സ്പ്രെഡ് ദ വേർഡ്. നമ്മൾ ചില പോസ്റ്റുകളൊക്കെ ഇടാറുണ്ട്, ഫാമിലി സീരീസിൽ പ്രത്യേകിച്ച് ഇടാറുണ്ട് പോസ്റ്റുകളൊക്കെ. അപ്പോൾ നിങ്ങൾ പരമാവധി കുട്ടികളുള്ള കുട്ടികളിലേക്ക് നേരിട്ട് എത്തിച്ചിട്ട് കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. ഇനി യൂത്ത് ആണെങ്കിൽ കുട്ടികളിലേക്കും, അതായത് 18 വയസ്സിന്റെ മേലെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ കുട്ടികളിലേക്ക് തന്നെ എത്തിക്കുക, അല്ലാത്തത് പാരൻസിലേക്കും പരമാവധി എത്തിക്കാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഇതൊരു സ്വാലിഹാമലായിട്ട് നമ്മളടുത്ത് എല്ലാവരുടെ അടുത്തും അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. അപ്പം ഇന്നത്തെ സെഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കോൺഫ്ലിക്ട്സിന്റെ കാര്യം ഒന്ന് റീക്യാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു കണക്ഷൻ കിട്ടൂല. എന്തായാലും ഫസ്റ്റ് ക്ലാസ് കേൾക്കാത്തവരാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ക്ലാസ് കേൾക്കണം നിർബന്ധമായിട്ടും, എന്നാലും നിങ്ങൾക്ക് ഇതിന്റെ കണ്ടിന്യൂഷന് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ കാര്യം അല്ലേ, നമ്മൾ ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം, വാക്തർക്കം എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ പറഞ്ഞു. നമ്മൾ നേച്ചർ വ്യത്യാസമായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അല്ലെ, ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് നമ്മൾ അതിനെ കറക്റ്റായിട്ട് അതിന് മുമ്പ് പേഴ്സണാലിറ്റി ടൈപ്സ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെ ചിന്തകളും അഭിപ്രായങ്ങളും എക്സ്പീരിയൻസും എല്ലാം വ്യത്യാസമായതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതൊരു സാമൂഹികമായിട്ടുള്ള സെറ്റിങ്സ് ആണെങ്കിലും, അത് ഫാമിലി ആണെങ്കിലും ജോബാണെങ്കിലും ദാവയാണെങ്കിലും സ്കൂളാണെങ്കിലും കോളേജാണെങ്കിലും, ഏത് ഒരു സാഹചര്യത്തിലും, അതായത് കുറച്ച് ആളുകൾ കൂടുന്ന ഏതൊരു സാഹചര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെ, ആ ഒരു ചെറിയ സംഘർഷ തർക്കാവസ്ഥയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അതൊരു അത്യാവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ വേറെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു ഹിക്മത്തിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ അത് നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പല കോൺഫ്ലിക്റ്റുകളും നമ്മുടെ സ്വഭാവത്തിൽ തന്നെ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ശരിയായ രീതിയിൽ അതിനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ശരിയായ രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു വഴി വേറെയില്ല. അതുകൊണ്ട് കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്ന ഒരു സംഭവം ടോട്ടലി നെഗറ്റീവ് അല്ല. ഓക്കെ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് അത് നെഗറ്റീവായി മാറുന്നത്. നമ്മൾ കോൺഫ്ലിക്ട് മാനേജ്മെന്റിലേക്ക് പോടാൻ മുമ്പ് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഇൻഡിവിജ്വൽ, നമ്മൾ പലപ്പോഴും പലരും അവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു, ഇവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നൊക്കെ പറയുമ്പം അവർ അച്ചീവ് ചെയ്ത കാര്യങ്ങളാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറ്. അവർ ഇന്നത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരാൾ ശരിക്കും ഇൻഫ്ലുവൻഷ്യൽ ആവുന്നത് അയാൾ എന്തൊരു കാര്യം അച്ചീവ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അയാൾ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് എന്തൊരു സംഭവം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് അല്ലെ, ടീം വർക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ തന്നെ നടക്കുള്ളൂ. അപ്പം നമ്മളൊരു കാര്യം നേടാൻ വേണ്ടി ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരുമായിട്ട് തല്ലായി, എല്ലാവരുമായിട്ട് പിരിഞ്ഞിട്ട് ഞാൻ ആ കാര്യം നേടി എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസർ ആവുന്നില്ല. നമ്മൾ എത്ര ആളുകളുടെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്നു, അത്രയും ആളുകളുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും ബേസിക്കലി ഇപ്പത് കേൾക്കുമ്പോൾ നമ്മളൊന്നും ഇൻഫ്ലുവൻസേഴ്സ് അല്ലല്ലോ. നമ്മളെല്ലാവരും ബേസിക്കലി ഇൻഫ്ലുവൻസേഴ്സ് ആണ്. എങ്ങനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് ആവുന്നത്? നമ്മളെ വീട്ടിനകത്തിലെ നമ്മളെ മക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആൾക്കാരാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഇണകൾ ആരാണെങ്കിലും നമ്മളെപ്പോഴും ദഅവ സെന്ററാണ്. നമ്മൾ ഓരോരുത്തരും അല്ലെ, നമ്മളുടെ ആ ഒരു ഫ്ലോക്കിന്റെ, ആ ഒരു കൂട്ടത്തിന്റെ ആട്ടിടയന്മാരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും മേലും ആ ഇൻഫ്ലുവൻസർ ആയിരിക്കുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇൻഫ്ലുവൻസർ ആയിരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഞാൻ അല്ലെ, ഓരോരുത്തരും എന്റെ ഉത്തരവാദിത്തം എന്താ, ഞാൻ വീട് നല്ല ഭംഗിക്ക് കൊണ്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നന്നായി കറക്റ്റായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതും അല്ലെങ്കിൽ എൻ്റെ മക്കളൊക്കെ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ ഭയങ്കര ഹിദായത്താണ്, ഭയങ്കര അതൊന്നുമല്ല. അതും
അതിന്റെ ഒരു പാർട്ടാണ്. പ്ലസ് അതിന്റെ കൂടെ ഈ പറഞ്ഞ ഓരോരുത്തരുമായിട്ട്, നമ്മളെ വീട്ടിൽ ഓരോരുത്തരുമായിട്ട് നമുക്ക് നല്ല ഒരു റാപ്പോ, നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം. അതായത് അവർക്ക് എന്തൊരു കാര്യത്തിന് നമ്മളെ അടുത്തേക്ക് ഓടി വരാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരിക്കണം നമ്മുടെ വീട്ടിലുകളിൽ, അല്ല നമ്മൾ ഏത് സോഷ്യൽ സെറ്റിങ്ങിലാണോ അവിടെ ഇപ്പോൾ പുറത്തുള്ള ഒരുപാട് ആളുകൾ ചിലപ്പോൾ നമ്മളെ പിന്നാലെ വരുന്നുണ്ട്. പക്ഷെ നമ്മളെ വീട്ടിലുള്ളവർ നമ്മളെ പേര് കേൾക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് അല്ല. കാരണം ഇങ്ങനത്തെ ഓരോ നല്ല ക്വാളിറ്റിയും ബിഗിൻ ചെയ്യുന്നത് എവിടെ? നമ്മളെ വീടുകളിൽ നിന്നാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം ഒരാളും ഒരു ഇൻഫ്ലുവൻസർ ആവുന്നില്ല അൺലെസ് അവര് ആ ഒരു എന്തൊരു കാര്യം അച്ചീവ് ചെയ്യുന്നതിന്റെ കൂടെ ബന്ധങ്ങളെ ഉണ്ടാക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ. സുബ്ഹാനല്ലാഹ്. ഒരുപാട് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ കോൺസെൻട്രേഷൻ മുഴുവനും ആ ഒരു സംഭവം അച്ചീവ് ചെയ്യുന്നതിലായി പോവുകയും ബന്ധങ്ങളിൽ തകർത്ത് ഓരോ കാര്യം കഴിയുമ്പോൾ ഓരോരുത്തരെ അങ്ങോട്ട് ഒഴിവാക്കിയോ, അവരായിട്ട് ഞാൻ സെറ്റ് ആവില്ല, ഇവരായിട്ട് ഞാൻ സെറ്റ് ആവില്ല എന്നിട്ട് അങ്ങോട്ട് ഒഴിവാക്കി മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, അച്ചീവ്മെന്റ് മാത്രം അല്ലെങ്കിൽ കാര്യം ചെയ്ത് തീർക്കുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളുകളായിട്ട് മാറാറുണ്ട്. ഈ കാര്യം എന്ന് പറയുമ്പോൾ ഓരോരുത്തർ സാഹചര്യത്തിലും അത് വേറെ വേറെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഉദാഹരണങ്ങളും പറയാൻ പറ്റില്ല. ഓക്കെ, ഇൻഷാ അല്ലാ. പിന്നെ നമ്മൾ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞത് ഒരു കോൺഫ്ലിക്റ്റ്, ഒരു സംഘർഷം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സോഴ്സസ്, കാരണങ്ങൾ. ഒന്ന്, ഉറപ്പായിട്ടും ഒപ്പീനിയൻസ് വേരി, അല്ലെ? ഓരോരുത്തരുടെയും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള പാർട്ടീസ്, ഒരാളോ രണ്ടാളോ മൂന്നാളോ എത്ര, ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ വ്യത്യസ്തമാകുമ്പോഴാണ് തർക്കം അല്ലെങ്കിൽ ഭിന്നത ഉണ്ടാവുന്നത്. രണ്ട്, ഈ കാര്യത്തിൽ ഇമോഷൻസ് സ്ട്രോങ് ആയിരിക്കും. ഓരോരുത്തർക്കും അത് യെസ്, ഇത് സെറ്റ് ആയില്ലെങ്കിൽ എനിക്ക് സെറ്റ് ആവില്ല, അല്ലെങ്കിൽ എനിക്കിത് മാനസികമായിട്ട് വിഷമമാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നില്ലെങ്കിൽ. ഓക്കെ, എന്റെ അഭിപ്രായത്തിന് ഒരു വാല്യൂ ഉണ്ടെന്നുള്ള ആ ഒരു നമ്മളെ ഞരമ്പിനെ പിടിച്ച ഒരു കാര്യമായിരിക്കാം. മൂന്ന്, മാറ്റർ ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഇതിനൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉദാഹരണങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പൊ ഈ 3 പോയിന്റ്സ് മറക്കണ്ട. ഒപ്പീനിയൻസ് വേരി, അഭിപ്രായങ്ങളെ വ്യത്യാസപ്പെടാം, ഇമോഷൻസ് റൺ സ്ട്രോങ്ലി, നമ്മുടെ ഇമോഷൻസ് ശരിക്കും നമ്മളെ ഞരമ്പിനെ പിടിച്ച ഒരു കാര്യമായിരിക്കുക, പ്ലസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്റർ ആയിരിക്കാം. പിന്നെ പൊതുവെ നമ്മൾ ഇത്തരത്തിലുള്ള ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കോൺവെർസേഷനെ നമ്മൾ ഫേസ് ചെയ്യുന്നത്? ഇത് ഒന്നെങ്കിൽ നമ്മൾ അത് അവോയ്ഡ് ചെയ്യും, സംസാരിക്കാതെ ഒഴിവാക്കി കൊണ്ടു നടക്കും. അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫേസ് ചെയ്തിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യും, അല്ലെ? അപ്പം അങ്ങനെ ഓരോ സിറ്റുവേഷനും ഔട്ട്കം എന്താണ് അല്ലെങ്കിൽ റിസൾട്ട് എന്താണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തത്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടിപ്പിക്കൽ ഡിസ്കഷനിൽ നിന്നും മാറി നിൽക്കുക. ഞാൻ അങ്ങനത്തെ ഒരു സംസാരത്തിനും ഇല്ല, തർക്കത്തിനും ഞാനില്ല എന്ന് പറയുമ്പോൾ അത് എന്തുപോലെയാണെന്ന് നമ്മൾ പറഞ്ഞത്? അതായത് സംഭവം പ്രശ്നമാണ്, എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ്, എന്റെ ഞരമ്പിൽ പൊടിച്ചിട്ടുമുണ്ട്. ഞാൻ ഞരമ്പിൽ പൊടിക്കുന്നതിന്റെ അതെങ്ങനെയാ മനസ്സിലാക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അല്ലേ? നമ്മളെ ഇബാദത്ത് ആ ഒരു പ്രശ്നം കാരണം ബാധിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ കൈകെട്ടി നിൽക്കുമ്പം നമ്മളുടെ ചിന്തകളിൽ ഓടിയെത്തുന്ന, വീണ്ടും 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 തികട്ടിയെത്തുന്ന കാര്യം അതാണെങ്കിൽ അത് നമ്മളെ ഞരമ്പിൽ പിടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മളെ ഭൂമിയിലേക്ക് അയച്ചതിന്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അബ്ദുകളാവലെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. ആ ഇബാദത്ത് നമ്മളുടെ ഉദ്ദേശം നമുക്ക് നിറവേറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ സിസ്റ്റത്തിനെ എന്തോ ഒന്ന് ബാധിച്ചത് കൊണ്ടാണ്, അല്ലെ? ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ അത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മദർ ബോർഡിന് എന്തോ കാര്യമായിട്ടുള്ള ഒരു ഫംഗസ് കയറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം ഇതെന്റെ ഞരമ്പിൽ പിടിച്ചിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പം അതുപോലെ നമ്മളെ ഞരമ്പിൽ പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ഇമോഷൻ സ്ട്രോങ് ആണ്, പ്ലസ് എന്താണ്, അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്, ആൻഡ് മാറ്റർ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ ഓക്കെ, ഞാൻ ഡിസ്കഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്തുപോലെയാണ്? നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ പൊക്കി പിടിക്കുക, മണിക്കൂറുകളോളം പൊക്കി പിടിച്ചാൽ എങ്ങനെയുണ്ടാവും? അതുപോലെയാണ്. അത് ഒരു സമയമാകുമ്പോൾ ആ ഗ്ലാസ് വെള്ളം നമ്മൾ അങ്ങോട്ട് താഴോട്ടിടും, ബേസ്റ്റ് ഔട്ട് ആവും. ഓക്കെ, അപ്പം അതാണ് ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, അതിനെ ഫേസ് ചെയ്യുന്നുണ്ട്, ആ സംസാരം കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ അതിനെ വളരെ മോശമായിട്ട്, പുവർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. എങ്ങനെയാണ്? പൊട്ടിത്തെറിക്കുക, അല്ലെ? വയലന്റ് ആവുക, ഹാഷ് ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കുക, ഓപ്പോസിറ്റ് സൈഡിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ. അത് ശാരീരികമായിട്ടുള്ള ഒരു അറ്റാക്ക് ആയിക്കൊള്ളുന്നില്ല, അല്ലെ? വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെയുള്ള അറ്റാക്ക്. ഓക്കെ, അപ്പം അതിന്റെ റിസൾട്ട് എന്താണ്? നമ്മൾ പിന്നെ ആ പേരിൽ അറിയപ്പെടാം. ഇവരടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് എന്ന് പറയാം. മൂന്നാമത്തെന്ന് വെച്ചാൽ, ഇതേപോലെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞാൽ
സംസാരിക്കാനൊക്കെ ശ്രമിക്കും, പക്ഷെ ഓപ്പോസിറ്റ് സൈഡിന്റെ റിയാക്ഷൻ അനുസരിച്ച് പിന്നെ അങ്ങോട്ട് മിണ്ടാണ്ട് നിൽക്കാം. അപ്പൊ ഈ നേരത്തെ താഴെ വെച്ച വെള്ളം പിന്നെ എടുത്ത് പൊക്കി പിടിക്കുന്നത് പോലെയാണ് അത്. ഓക്കെ, അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്നില്ല. പിന്നെ നാലാമത്തെ നമ്മൾ പറഞ്ഞ ഒരു ചാമ്പ്യനെ പോലെ അതിനെ ഫേസ് ചെയ്യുക അല്ലെ. അങ്ങനെ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ, അങ്ങനെ ഒരു ഡിസ്കഷൻ നമ്മൾ നടത്തി കഴിയുമ്പോൾ താൽക്കാലികമായിട്ട് നമുക്കൊരു ഇടങ്ങേറൊക്കെ ഉണ്ടാവും. കാരണം പലപ്പോഴും നമ്മൾ ഇതുപോലത്തെ ഒരു കോൺഫ്ലിക്റ്റിൽ സംസാരിക്കുമ്പോൾ ഒരു ഓപ്പോസിറ്റ് പാർട്ടിയുടെ അവരുടെ ചിന്തകളെയും അവരുടെ അഭിപ്രായങ്ങളെയൊക്കെ നമ്മൾ ചിലപ്പോൾ പല പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എതിർക്കേണ്ടി വരും അല്ലെ. അപ്പോൾ താൽക്കാലികമായിട്ട് ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ ആയിരിക്കും, പക്ഷെ പിന്നീട് അതൊരു സ്ട്രോങ് ആൻഡ് ഡീപ്പ് റിലേഷൻഷിപ്പിന് കാരണമാവും. പിന്നെ നമ്മൾ അവസാനം സൂറ ഹുജറാത്തിലുള്ള ഒരു ആയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം, സത്യവിശ്വാസികളെ രണ്ട് വിഭാഗം പരസ്പരം പോരടിച്ചാൽ അവരുടെ ഇടയിൽ രഞ്ജിപ്പുണ്ടാക്കണം എന്നുള്ളത് അല്ലെ. അതിന്റെ രീതികളൊക്കെ നമ്മൾ പറഞ്ഞു. സൂറ ഹുജറാത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മറ്റു കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് പറഞ്ഞു വെച്ച ഒന്ന് രണ്ട് പോയിന്റ്സ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒന്ന്, ഇതുപോലെയുള്ള നമ്മൾ സംസാരിക്കും, ലൈക്ക് നമ്മളൊരു ചാമ്പ്യനെ പോലെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ചില ലിമിറ്റ്സ് ഒക്കെ ഉണ്ട് സംസാരത്തിന്, ചില രീതികളുണ്ട് അല്ലെ. ഇങ്ങനെ ആവരുത്, അങ്ങനെ ആവരുത്, ഇങ്ങനെ ആവണം എന്നുള്ള സംഭവങ്ങളുണ്ട്. പ്ലസ് എന്താണ്, ആ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന ആളിനെ മനസ്സിലാക്കി സംസാരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. ഞാൻ ജസ്റ്റ് ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ കാര്യം നമുക്ക് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കോൺവെർസേഷണൽ സ്റ്റൈൽസ് ഞാൻ പറഞ്ഞു. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഓരോരുത്തർക്ക്, അതായത് കോൺവെർസേഷൻ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന കാര്യത്തിൽ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ അത് മൂന്ന് രീതിയിലാണ്. പൊതുവെ ജനറലി ആളുകളുടെ മൂന്ന് രീതിയിലാണ്: സൈലൻസ്, വയലൻസ്, അസർട്ടീവ്നെസ്. ഓക്കെ, എന്താ ഞാൻ ഓരോന്നും പറയാം, വാക്കുകളൊന്നും കേട്ടിട്ട് ആരും പേടിക്കണ്ട. ഓക്കെ, ആദ്യം സൈലൻസിന്റെ കോളം നോക്കാം നമുക്ക്. സൈലൻസ് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ സംസാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സംഭവം. ഓക്കെ, സൈലൻസ് ഒരു സൊല്യൂഷൻ അല്ല. രണ്ടാമത്തത് വയലൻസ്. വയലൻസ് എന്ന് പറഞ്ഞാൽ ഈ എതിർക്കുക, അക്രമാസക്തമായിട്ട് ഹാർഷായിട്ടുള്ള സംസാരം, അതും ഒരു സൊല്യൂഷൻ അല്ല. പക്ഷെ അസർട്ടീവ്നെസ് ആണ് സൊല്യൂഷൻ. അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു അഭിപ്രായം ഉള്ള ഒരാളാണ്, അത് ആത്മവിശ്വാസത്തോടു കൂടി ആ അഭിപ്രായത്തിനെ മുന്നോട്ട് വെക്കാനും, ഓപ്പോസിറ്റ് സൈഡിലെ ഇതൊരു കോൺവെർസേഷൻ ആണ്, രണ്ടു കൂട്ടരെ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ സംസാരിക്കുന്ന ഒരു സംഭവമാണ്, അതൊരു ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അസർട്ടീവായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് വ്യക്തമായിട്ടുള്ള ബോധമുള്ള ഒരു അഭിപ്രായത്തിന്, അതും നമ്മൾ എപ്പോഴും അഭിപ്രായം പറയുമ്പോൾ പൊതുവെ അത് ഇങ്ങനെയുള്ള ഒരു സംസാരം എന്നുള്ളതല്ല, ഏത് രീതിയിലും നമ്മൾ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ആ അഭിപ്രായത്തിന് ആൾക്കാരാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുന്നു എന്നുള്ള അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ്സ് എപ്പോഴും ഹെൽപ്പ് ചെയ്യും. നമ്മൾ എവിടെയും ഏതൊരു സംസാരത്തിലും നമ്മൾ റിസീവ് ചെയ്യപ്പെടാം. ഓക്കെ, ഇന്ന കാര്യത്തിന് ഇന്ന ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ചെയ്തതിന് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ വിശ്വാസത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടെ എപ്പോഴും റബ്ബി ഇശ്റഹ് ലി സ്വദ്രി മനസ്സിൽ വെക്കുക. ഏത് സംസാരത്തിന് നമ്മൾ മക്കളെ അടുത്ത് പോകുമ്പോൾ പോലും അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ചിലതൊന്നും നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്കുള്ള പോയിന്റ്സ് ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആ ഒരു ഹിക്മത്തൊക്കെ ഇട്ട് തരും. ഓക്കെ, അപ്പം അസർട്ടീവായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിശ്വാസത്തോടെ നമ്മൾ പോയിന്റ്സ് മറ്റുള്ളവരുമായിട്ട്, അതും ഒരിക്കലും അവരെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അവർക്ക് കംപ്ലീറ്റ് കീഴൊതുങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ല നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ സംസാരിക്കുന്നതിനാണ് അസർട്ടീവ് എന്ന് പറയുന്നത്. അപ്പം ഈ ഓരോ ടൈപ്പ് സംസാരത്തിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. സൈലൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അതായത് നമ്മളിപ്പം ഇതുപോലെ ഒരു പ്രശ്നം വരുമ്പം സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ആദ്യം സംസാരിക്കാതിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് വെള്ളം കയ്യിൽ പൊക്കി പിടിച്ച് വെക്കുന്നത് പോലെയാണ്. പക്ഷെ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവെ സാധാരണ നമ്മൾ ഈ ആദ്യത്തെ രണ്ട് ഗണത്തിലാണ് പെടാറില്ല, ഒന്നെങ്കിൽ സൈലൻസ് അല്ലെങ്കിൽ വയലൻസ്. അസർട്ടീവായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഖൈർ, അവർക്ക് സമാധാനവും ഉണ്ടാവും, കാര്യങ്ങൾക്ക് തീർപ്പും ഉണ്ടാവും. അപ്പം സൈലന്റ് ആയിട്ടാണ് സംസാരിക്കുക എന്നുണ്ടെങ്കിൽ, അതായത് ഓപ്പോസിറ്റ് പാർട്ടി എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും ഓക്കെ അല്ലെ, അതായത് അവരുടെ സ്വന്തം അഭിപ്രായങ്ങൾ ഹൈഡ് ചെയ്തുകൊണ്ട്, കാരണം ഞാനിപ്പോ എന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, അവര് എതിർക്കേയുള്ളൂ, ആ രീതിയിൽ ഹൈഡ് ചെയ്തിട്ട് ഈവൻ ഇമോഷൻസിനെ പോലും, എനിക്കിത് ഭയങ്കര ശരിക്കും എന്നെ ഞരമ്പിൽ പിടിച്ച കാര്യമായിരിക്കും, ഞാൻ ചിലപ്പോൾ സുജൂദിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് പൊട്ടിക്കരഞ്ഞ് പറയുന്നുണ്ടാവും, അള്ളാഹിന്റെ അടുത്ത് സംസാരിക്കാൻ ഖുർആൻ തുറക്കുമ്പോൾ അല്ലെങ്കിൽ ഖിയാമിൽ നിന്ന് ഖുർആൻ ഓതുമ്പോഴൊക്കെ ഇതന്നെയായിരിക്കും എന്റെ മനസ്സിൽ തികട്ടി വരുന്നത്. എന്നാലും ആ ഒരു ഫീലിങ്ങിനെ, ആ ഒരു അഭിപ്രായത്തിനൊക്കെ അങ്ങോട്ട് ഹൈഡ് ചെയ്ത് വെക്കുക, പരമാവധി ആ കോൺവെർസേഷനെ ഒഴിവാക്കുക, സംസാരിക്കുക വേണ്ട അല്ലെ, അല്ലെങ്കിൽ ഇനി
അഥവാ അങ്ങനെ ഒരു സംസാരത്തിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിൻവാങ്ങാം. ഞാനില്ലേ അല്ലേ, ഞാനില്ലേ എന്നൊരു സംഭവം ഉണ്ട് സുബ്ഹാനല്ലാഹ്, അതിലേക്ക് വരാം. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ സബ്മിസീവ് ആവുക, അതായത് വഴങ്ങുക, കീഴ്പ്പെടുക, വിധേയത്വം കാണിക്കുക എന്നൊക്കെ അർത്ഥം. ഓക്കെ, നമ്മളുടെ അഭിപ്രായങ്ങൾ അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചേക്കാം. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് ഒരിക്കലും ഒരു കോൺഫ്ലിക്റ്റിന്റെ സൊല്യൂഷന് എന്താണ് അഭികാമ്യമായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു രീതിയല്ല, ഒരിക്കലും സൊല്യൂഷൻ ഉണ്ടാവുകയില്ല. നിങ്ങളുടെ മനസ്സിലുള്ള കുറെ ചോദ്യങ്ങൾ ഈ സംഭവത്തിൽ ഉണ്ടാവും. നമുക്ക് അതിങ്ങനെ പോകെ പോകെ ക്ലിയർ ആവും ഇൻഷാ അല്ലാഹ്. കുറെ കാര്യങ്ങൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇസ്ലാമികമായിട്ടും ക്ഷമയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പം അതിന്റെ റെസൊല്യൂഷനിൽ സൈലൻസ് അല്ലെങ്കിൽ സബ്മിഷൻ, നമ്മൾ കീഴൊതുങ്ങി കൊടുക്കുക, സംസാരിക്കാതിരിക്കുക, ഹൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു സൊല്യൂഷനേ അല്ല. ഇനി വയലൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഈ വയലൻസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അല്ലെ ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള ഒരു സംഭവം വരും. അങ്ങനെ ചിന്തിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീക്കുകളിൽ പേഴ്സണാലിറ്റി ടൈപ്പ് പറയുമ്പോഴും നമ്മൾ പറയുന്നു, നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച മീനിങ്ങേ അല്ല. ഇപ്പൊ ജഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലുള്ള ജഡ്ജിങ് അല്ല അവിടെ പേഴ്സണാലിറ്റി ടൈപ്പിൽ നമ്മൾ കണ്ട ജഡ്ജിങ്. ഓക്കെ, അതേപോലെ വയലൻസിന് ഇവിടുത്തെ ഡെഫിനിഷൻ വേറെയാണെന്ന് മനസ്സിൽ കരുതുക. അതായത് ഒരു സംസാരം വരുമ്പോൾ, ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ടൈപ്പ്, ലൈക്ക് ആ ടൈപ്പിന്റെ കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഒന്ന്, കൺട്രോളിങ് ആയിരിക്കും. അതായത് സംസാരിക്കാനൊക്കെ ആയിരിക്കും, എന്താ സംസാരിച്ച് തീർക്കണ്ടേ എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് മുഴുവനും ഓപ്പോസിറ്റ് പാർട്ടിനെ കൺട്രോൾ ചെയ്തിട്ടായിരിക്കും. നീയൊന്നും പറയണ്ട, എനിക്കറിയാം നിന്നെ, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് സംസാരം മുഴുവൻ നമ്മളുടെ കയ്യിലായിരിക്കും. ഓപ്പോസിറ്റ് പാർട്ടി ഒന്നെങ്കിൽ നമ്മളെ കൊണ്ട് പൊറുതി മുട്ടിയിട്ട് വായടച്ച് വെക്കുമായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർ ഭയങ്കര പാവമായിരിക്കും, അവർക്ക് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല, അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്താ പറയുക, ഞാൻ ഇത് സംസാരിച്ച് തീർക്കുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, കൺട്രോളിങ് ആയിരിക്കും. പിന്നെ ലേബലിംഗ് ആയിരിക്കും. ലേബലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നീ അങ്ങനെയാണ്, നീ അങ്ങനെയുള്ള ആളാണ്. അവർക്ക് പേരുകൾ ഉണ്ടാവും, നീ അതിന്റെ ആളല്ലേ, അല്ലെങ്കിൽ നിന്റെ ഈമാനെ കുറിച്ച് എനിക്കറിയാം, നിസ്കാരത്തിനെ കുറിച്ച് എനിക്കറിയാം അല്ലെ. അപ്പം അവിടെയൊക്കെ നമ്മൾ കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവർ മുമ്പ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ, വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞാൽ അവിടെ നമുക്ക് വിജയം വേണം. അപ്പം കുറെ പോയിന്റ്സ് ഉണ്ടാവും ഇങ്ങനെ. അതായത് ഈ ഒരു വയലന്റ് സ്റ്റൈലിൽ സംസാരിച്ച് ശീലിച്ചവരടുത്ത് എപ്പോഴും പോയിന്റ്സ് ഉണ്ടാവും. അതായത് ഓപ്പോസിറ്റ് സൈഡിനെ തള്ളി മറിച്ചിടുന്ന രീതിയിൽ, അവരെ പിന്നെ വായ തുറപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ സംസാരിക്കുന്ന പോയിന്റ്സ്. നിങ്ങളുടെയൊക്കെ വീടുകളിലും നിങ്ങളിലും ചിലപ്പം ഈ ഒരു ക്യാരക്ടർ ചില സമയങ്ങളിലൊക്കെ പൊങ്ങി വരാറുണ്ടാവുമായിരിക്കും. ചിന്തിച്ച് നോക്കാം. നമ്മൾ അങ്ങനെ ആരെങ്കിലും നമ്മളെ രസിച്ച കൂടുതലും നമ്മൾ ഇതെടുക്കുക മക്കളുടെ അടുത്തായിരിക്കും. നമ്മളെ അടുത്ത് പോയിന്റ്സ് ഉണ്ടാവും, അവരെ തള്ളിയിടാൻ പറ്റുന്ന, ലേബിൾ ചെയ്യാൻ പറ്റുന്ന, അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സ്ഥിരം, ഏകദേശം ഈ ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഇത് കേട്ട് ശീലമായിരിക്കും. അവർക്ക് തന്നെ അറിയായിരിക്കും അടുത്തത് ഇപ്പൊ ഉമ്മ എന്താ പറയാ, അല്ലെങ്കിൽ അടുത്തപ്പോ ഭർത്താവ് എന്താ പറയാ, അല്ലെങ്കിൽ അടുത്തത് ഭാര്യ എന്താ പറയാ, അവർക്ക് തന്നെ അറിയായിരിക്കും. ബിക്കോസ് നമ്മൾ പറഞ്ഞിരുന്നു ഈ ടൈപ്പ് ആളുകൾക്ക് അതിന്റെ ഔട്ട്കം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, അവര് നോൺ ബൈ ദാറ്റ്, അവര് ആ ഒരു ക്വാളിറ്റിയിൽ അവർ അറിയപ്പെട്ടിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്, ഇവളുടെ കാര്യം ഇങ്ങനെയാണ് അല്ലെ, അല്ലെങ്കിൽ ഇവന്റെ കാര്യം ഇങ്ങനെയാണ് എന്ന് അവർ ഓൾറെഡി അറിയപ്പെട്ട ആൾക്കാരായിരിക്കും. സോ പ്രത്യേകിച്ച് ഒരു ഗുണവും ഇതുകൊണ്ട് ഉണ്ടാവുന്നില്ല. അഗ്രസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആക്രമണപരമായിട്ടുള്ള, ഓക്കെ, ആക്രമണം എന്ന് പറയുമ്പോൾ അഗൈൻ അതൊരു ഫിസിക്കൽ ആക്രമണം, കയ്യേറ്റം എന്നുള്ള രീതിയിലായിക്കൊള്ളുന്നില്ല, അതും ആവാം. അങ്ങനെയുള്ള കേസുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അല്ലാഹു കാക്കട്ടെ. അപ്പം സമാധാന ലംഘനപരമായിട്ടുള്ള സംസാരം എന്നാ അവരതിനെ വിളിക്കുന്ന ഓമനപ്പേര് എന്തായിരിക്കും, ഞാൻ പ്രശ്നം തീർക്കല്ലേ, പ്രശ്നം വന്നാൽ പിന്നെ സംസാരിക്കണ്ടേ, അങ്ങനെ സംസാരിക്കാതിരിക്കുക. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ടാവും ഒരുപക്ഷെ ഈ ഒരു കാര്യം അല്ലെ. പക്ഷേ സമാധാന ലംഘനം, അതുകൊണ്ട് പ്രശ്നം തീർക്കുമ്പോൾ എപ്പോഴും സമാധാനമാവേണ്ടത്, പക്ഷെ സമാധാന ലംഘനപരമായിട്ടുള്ള ആ ഒരു സംസാരമാണ് ഈ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്ന വയലൻസ്. ഇനി തേർഡ് കാറ്റഗറി ഞാൻ പറഞ്ഞു, അതാണ് സൊല്യൂഷൻ. നമ്മളൊരു കോൺവെർസേഷൻ കൊണ്ടുവരുന്നതാണ്, അതായത് ഒരു കോൺഫ്ലിക്റ്റ്, ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സംസാരം നമ്മൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ നിയത്ത് നല്ലതാണ്, പ്രശ്നം തീർക്കണം എന്നാണ്, സമാധാനം വേണം എന്നാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, വെറുതെ നിങ്ങളെ സമയം വേസ്റ്റ് ആക്കണ്ട. വയലൻസും സൈലൻസും എടുത്തിട്ട് വെറുതെ അതിനെ നിൽക്കണ്ട, വേറെ എന്തെങ്കിലും പണി ചെയ്തോ. ഞാൻ പ്രശ്നം പരിഹരിക്കുന്നു എന്ന് വിചാരിക്കുകയേ വേണ്ട. കാരണം അത് ദൂരവ്യാപകം, അതായത് സൈലൻസിന് കുറെ ലോങ് ലാസ്റ്റിംഗ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, വയലൻസിനും അതേപോലെ, രണ്ടും ഇമീഡിയറ്റ് പ്രശ്നങ്ങളും ഉണ്ടാക്കും, ലോങ് ലാസ്റ്റിംഗ് പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനയ്ക്കനുസരിച്ചുള്ളതും അല്ല. ഓക്കെ, അസർട്ടീവായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു,
നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളുടെ പോയിന്റ്സ്, നമ്മളുടെ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുക. അതൊരിക്കലും എൻ്റെ അഭിപ്രായം സ്വീകരിക്കപ്പെടാനായിരിക്കരുത്. എൻ്റെ അഭിപ്രായം എന്തുകൊണ്ടെന്ന് പറയാൻ പറ്റണം. പക്ഷേ അതേസമയം റിഫ്ലക്റ്റിംഗ് കോൺവെർസേഷൻസ് ആയിരിക്കും. റിഫ്ലക്റ്റിംഗ് എന്ന് പറഞ്ഞ വാക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞേണ്ട കാര്യമില്ല അല്ലേ. ചിന്തിച്ചുകൊണ്ടുള്ള കോൺവെർസേഷൻസ് ആയിരിക്കും. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്തിക്കുക? ഒരു പ്രശ്നം വരുമ്പം ഈ പ്രശ്നത്തിനെ എങ്ങനെ സോൾവ് ചെയ്യാന്ന് വേണ്ടിയിട്ടാണ് ചിന്തിക്കുക അല്ലേ. സുബ്ഹാനല്ലാഹ്. ചിലപ്പം വയലന്റ് ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും. അവരവിടെ എന്തിനാ ചിന്തിക്കുന്നത്? എന്നെ എങ്ങനെ എന്താക്കാം, വാഴ്ത്തപ്പെടുത്താം അല്ലേ, ഞാൻ എങ്ങനെ ശരിയാവാം, ഞാൻ എങ്ങനെ കറക്റ്റ് ആവാം, ഞാൻ എങ്ങനെ ജയിക്കാം എന്ന് ചിന്തിക്കും. ഇവിടെ എന്താ റിഫ്ലക്റ്റിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിനും വേണ്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യും. രണ്ടുപേരിരുന്ന് സംസാരിക്കുമ്പോൾ എന്താ പ്രശ്നം, ഓക്കെ, ഇവിടുത്തെ ശരിക്കുള്ള പ്രശ്നം എന്താണ്, ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം. ഓക്കെ, ഇത് വീണ്ടും 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 ഇത് സംസാരത്തിനെടുത്ത് വീണ്ടും 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 പറഞ്ഞ് ഞാൻ ജയിച്ച് കൊണ്ടുപോകാനാണെങ്കിൽ അതിനൊരിക്കലും ഒരു റിഫ്ലക്റ്റിംഗ് കോൺവെർസേഷൻ എന്ന് പറയൂല. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം, ആ പ്രശ്നം പരിഹരിക്കുന്നതിന്റെ കൂടെ തന്നെ നിർബന്ധമായിട്ടും ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് ഒരു സേഫ്റ്റി ഉണ്ടാക്കി കൊടുക്കണം. അത് നമ്മളുടെ നാവിൽ നിന്ന് അവർ സേഫ് ആയിരിക്കണം അല്ലെ. ഒരിക്കലും ഒരാൾ മുഅ്മിനാവില്ല നമ്മളെ നാവിൽ നിന്ന് ആ ഓപ്പോസിറ്റ് പാർട്ടി സേഫ് അല്ല എന്നുണ്ടെങ്കിൽ. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കും അവരെ കീറി മുറിക്കുന്നതാണെങ്കിൽ നമ്മൾ എങ്ങനെയാ മുഅ്മിനാവുക അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ഹദീസിന്റെ ആൾക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നാവുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും ഫോളോ ചെയ്യുന്ന ആളുകളാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളുടെ സംസാരങ്ങൾ മറ്റുള്ളവരെ കീറി മുറിക്കുന്നതാണെങ്കിൽ, അത് കോൺഫ്ലിക്ട് റെസൊല്യൂഷന്റെ പേരിലാണെങ്കിൽ പോലും സുബ്ഹാനല്ലാഹ് അത് ഇസ്ലാമികമേ അല്ല. ഓക്കെ, അപ്പം സംസാരിക്കുമ്പോൾ അസർട്ടീവായിട്ട് സംസാരിക്കുമ്പോൾ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രശ്നത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഞാൻ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ലേ പറഞ്ഞത് എന്നായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ കീറി മുറിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തേണ്ടി വരും, അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ ക്രോസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതുപോലും റെസ്പെക്ട്ഫുൾ ആയിട്ടായിരിക്കണം. റെസ്പെക്ട്ഫുൾ എന്ന് പറഞ്ഞാൽ അതൊരു 3 വയസ്സുള്ള കുട്ടിയോട് സംസാരിക്കുകയാണെങ്കിൽ പോലും അത് റെസ്പെക്ട്ഫുൾ ആയിട്ടായിരിക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പം മറ്റുള്ളവർക്ക് സേഫ്റ്റി ഉണ്ടാക്കുക. അതേപോലെ പോസിബിലിറ്റീസിനെ എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു 2 സഹോദരങ്ങൾ അവർ ഒരു റൂമിലാണ്, ബാത്റൂമിന് വേണ്ടി എന്നും അടിയാണ്. അപ്പം പോസിബിലിറ്റി എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അടി തീർക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം എന്താ അവരുടെ രണ്ടാളുടെ ശരിക്കുള്ള പ്രശ്നം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ആ പ്രശ്നം തീർന്നു. ഒരാൾക്ക് ബാത്റൂം കുറേ സമയം ഉപയോഗിക്കണം, ഒരാൾക്ക് കറക്റ്റ് പെട്ടെന്ന് കാര്യങ്ങൾ തീർത്തിട്ട് ഇറങ്ങണം അല്ലെ. അപ്പൊ അവിടെ അത് രണ്ടും സംസാരിച്ചപ്പം ആ പ്രശ്നം അവിടെ തീർന്നു. എപ്പോഴും അങ്ങനെയാ. നമ്മൾ ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലം ഒരു 2-3 ആളുകളെ ഒന്ന് സംസാരിച്ച് എന്താ പ്രശ്നം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സോൾവ് ആവും. ശരിക്കും ഇവിടെ എനിക്ക് കൊണ്ടുവരാനുള്ളത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ അസർട്ടീവ് ആയിട്ടുള്ള സംസാരം എന്നൊക്കെ പറയുന്നത് സുബ്ഹാനല്ലാഹ് ദീനി കോണ്ടെക്സ്റ്റ് അല്ലാത്ത, അല്ലെങ്കിൽ ദീനിന്റെ പേരിൽ നമ്മൾ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന കോണ്ടെക്സ്റ്റ് അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും ഇത് നടക്കുന്നുണ്ട് എന്നുള്ള സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ കയ്യിലൊക്കെയുള്ള ഈ ഒരു ഫോണ്, ഇതിനകത്ത് ഓരോ ദിവസവും വരുന്ന അപ്ഡേറ്റ്സ്, ഓരോ ദിവസം വരുന്ന പുതിയ ആപ്പുകൾ, ആ ആപ്പിൽ വരുന്ന അപ്ഡേറ്റ്സ്. സോ ഇപ്പോൾ വാട്സപ്പ് ഒക്കെ കുറെ വർഷങ്ങൾ മുമ്പേ ഉപയോഗിച്ച ആൾക്കാർക്ക്, ഇപ്പം എൻ്റെ ഓർമ്മ ശരിയാണ്, ഞാൻ ഏകദേശം 2011 വാട്സപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. 10-ലോ 11-ലോ, അതിപ്പോൾ 15 കൊല്ലമായില്ലേ. ഇതിനിടയ്ക്ക് വാട്സപ്പിന് വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അന്നൊന്നും വോയിസ് മെസ്സേജ് ഇല്ല, ജസ്റ്റ് ടെക്സ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഇമേജ്, ജിഫ്, അത് ഇതൊന്നും ഇല്ല, കുറേ കാര്യങ്ങളില്ല. അപ്പം ഈ ഓരോ സ്റ്റേജിലും ഇത് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി, ആളുകൾക്ക് ഇന്ന ഒരു ആവശ്യം ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ അവരെന്ത് ചെയ്യും? ഒന്നിച്ചിരിക്കും, എന്നിട്ട് ആ പ്രശ്നത്തിനെ കുറിച്ച് സംസാരിക്കും. ശരിക്കും ഒന്ന് ആലോചിച്ചൊക്കെ, ടെക്സ്റ്റ് മെസ്സേജ് കൊണ്ടുവന്ന ആൾ ആ സംസാരത്തിലുണ്ട്. ഇപ്പം പുതിയൊരു ടീമിൽ വന്ന പുതിയൊരു പയ്യൻ പറയാ ഇല്ല വോയിസ് മെസ്സേജ് കൊണ്ടുവരണം, കുറെ ആളുകൾക്ക് അത് ഉപകാരം. അപ്പൊ ടെക്സ്റ്റ് മെസ്സേജ് കൊണ്ടുവന്ന ആള് പറയാം ഇല്ല അതൊക്കെ അനാവശ്യമാണ്, ഇത് ഞാൻ ചെയ്തതാണ്, ഇതാണ് ശരി, ഇത് മാത്രമേ ശരിയാവൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഇത്രയും എളുപ്പമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്സപ്പ് നമ്മളുടെ കൺമുമ്പിൽ ഉണ്ടാവുമായിരുന്നു? ഇല്ല അല്ലേ. പക്ഷെ അവരൊക്കെ പ്രോബ്ലത്തിന് സൊല്യൂഷന് വേണ്ടി സംസാരിച്ചു. അങ്ങനെയാണ് ഓരോ ബിസിനസ് കോണ്ടെക്സ്റ്റിലും ഓരോ പ്രൊഫഷണൽ സെറ്റിംഗ്സിലും സംസാരങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് അവിടെ സോൾവ് ആവും, ഒരുപാട് പുരോഗതി ഉണ്ടാവും. പക്ഷെ നമ്മളെ കുടുംബങ്ങളിൽ അല്ലെ ഇസ്ലാമികമാണെന്ന് നമ്മൾ അവകാശപ്പെടുന്ന സംസാരങ്ങൾ അത്രയും ഞാൻ 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 എൻ്റെ ശരികൾ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും അല്ലെ, മറ്റുള്ളവരെ തള്ളി പുറത്തിടാൻ വരും. ഒരിക്കലും നമ്മൾ അവിടെ പോസിബിലിറ്റീസിനെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. സുബ്ഹാനല്ലാഹ്. എന്താ ശരിക്കുള്ള പ്രശ്നം അല്ലെ. നമ്മൾ കുറച്ച് മുമ്പ് വേറെ ഏതോ ഒരു ഇതിന് ഉദാഹരണം നമ്മൾ പറയുന്നത്, ഒരു കുട്ടി ഒരു പുതിയ സ്കൂളിൽ ഒരു കോളേജിൽ പോയി ഫസ്റ്റ് ഡേ നിസ്കരിച്ചോ, ളുഹർ നിസ്കരിച്ചോ എന്ന് ചോദിച്ചപ്പം ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അപ്പൊ തന്നെ കേട്ട, അല്ലെങ്കിൽ നീ ഇങ്ങനെയാ, നീ നിസ്കരിക്കൂല, നീ അതാ ഇതാ. പക്ഷെ മോനെ എന്തുകൊണ്ടാണ് നീ നിസ്കരിക്കാഞ്ഞ്? അവിടെ എന്താ നമസ്കാരത്തിന്റെ സമയത്ത് ഫ്രീ ഇല്ലേ?
അല്ലെങ്കിൽ അവിടെ നമസ്കരിക്കാൻ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടോ? അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ചോദിക്കാം, നിങ്ങൾക്ക് അങ്ങനെ, അപ്പോഴായിരിക്കും കുട്ടി ചോദിക്കുന്നത്, ആ ശരി അങ്ങനെ ചിന്തിക്കാലോ അല്ലേ, ഇനി നാളെ അങ്ങനെ നിസ്കരിക്കാലോ എന്നാ കുട്ടി ചിന്തിക്കുന്നത്. അത് സമാധാനപരമായിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി സംസാരിക്കുമ്പോഴാണ്. പക്ഷെ അപ്പൊ നമ്മുടെ തലയിൽ കയറി വരിക ഞാൻ എന്ന ഒരു അഹങ്കാരം, അല്ലെ ഞാനൊക്കെ കറക്റ്റാണ്, ഞാൻ എല്ലാ സ്ഥലത്തും നിസ്കരിക്കേണ്ടത്, നീ എന്താ നിസ്കരിക്കാത്ത, അല്ലെങ്കിൽ നീ മോശമാണെന്നുള്ള ആ ഒരു ചിന്തയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെയൊക്കെ സംസാരങ്ങളിൽ ഒരു 80% സംസാരങ്ങളും അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് റെസൊല്യൂഷന് വേണ്ടിയുള്ള സംസാരങ്ങളും ഇങ്ങനെയാണ് ആയി മാറാറ്. സുബ്ഹാനല്ലാഹ്. അപ്പം പോസിബിലിറ്റീസ് എന്താണ് ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് രണ്ടു കൂട്ടരും ചിന്തിച്ച് റിഫ്ലക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സേഫ്റ്റി കൊടുത്തുകൊണ്ട് അത് കീറി മുറിച്ച് മറ്റവരെങ്ങനെ എക്സ്പോസ് ചെയ്ത്, കാരണം ചില സംസാരങ്ങളൊക്കെ കുറേ ആളുകളുള്ള കോണ്ടെക്സ്റ്റ് ആയിരിക്കും അല്ലെ. ഒരു 10 ആള് 15 ആളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ മനഃപൂർവ്വം വേറൊരാളെ താറടിക്കാൻ വേണ്ടിയിട്ട്, അയാളെ കുറിച്ച് മോശം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അവിടെ ഒരിക്കലും സേഫ്റ്റി അവർക്ക് കിട്ടുന്നില്ല അല്ലെ. ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിന്റെ സേഫ്റ്റി നാവുകൊണ്ട് ഉറപ്പാക്കുന്നില്ലെങ്കിൽ പിന്നെ ഇത് എന്ത് ഇസ്ലാമികമായ സംസാരമാണ് നമ്മൾ അവിടെ സംസാരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുക, സേഫ്റ്റി അഷ്വർ ചെയ്യുക, ചിന്തിക്കുക, എന്നിട്ട് അതൊരു ഡയലോഗാക്കി മാറ്റുക. അല്ലാതെ ഏകപക്ഷീയമായിട്ടുള്ള സ്വേച്ഛാധിപത്യത്തോടു കൂടിയുള്ള ഒരു കൽപ്പനയല്ല അവിടെ നടക്കുന്നത്, ഡയലോഗാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ബേസിക്കലി സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, ഒരു അസർട്ടീവ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ ഐ വേഴ്സസ് യു അല്ല, ഞാനും നീയും തമ്മിലുള്ളതല്ല, ഞങ്ങളും അല്ലെ നമ്മളും പ്രോബ്ലവും തമ്മിലുള്ളതാണ്. നമ്മൾ എന്ത് പ്രോബ്ലത്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് ആ പ്രോബ്ലവും നമ്മളും തമ്മിലേ പ്രശ്നമുള്ളൂ. ഓക്കെ, ഞാനും നീയും തമ്മിൽ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം എപ്പോഴും അതെന്തായിരിക്കും, ഒരു ഡയലോഗ് സ്റ്റൈലായിരിക്കും, രണ്ടുപേരും സംസാരിച്ച് അല്ലേ. അല്ലാണ്ട് ഒരാൾ സംസാരിച്ച് മറ്റയാൾ മിണ്ടാണ്ട് കേട്ടിരുന്നിട്ട് ഞാൻ എൻ്റെ പ്രശ്നം പറഞ്ഞാൽ ഈ വീട്ടിലെ പ്രശ്നം പറഞ്ഞു തീർക്കണ്ടേ എന്ന് പറയുന്നത് ഒരു സംഭവമേ അല്ല. സുബ്ഹാനല്ലാഹ്. ഇനി ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് പറയാം. ഓക്കെ, എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾ 3 ഓപ്ഷൻ ഉണ്ട്: സൈലൻസ്, വയലൻസ്, അസർട്ടീവ്. SVA. നിങ്ങൾക്കിപ്പോൾ സൈലൻസും വയലൻസും അസർട്ടീവും എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് സൈലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, വയലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അസർട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ. അപ്പം സൈലൻസിന് S, വയലൻസിന് V, അസർട്ടീവിന് A. ഓക്കെ, അപ്പം ഈ ഒരു സിറ്റുവേഷൻ, ഞാൻ പറയുന്ന സിറ്റുവേഷൻ എന്തിൽ പെടും എന്നുള്ളത് നിങ്ങൾ ചാറ്റിൽ ഇടാൻ പറ്റുന്നവരൊക്കെ ഇടാൻ നോക്കാം ഇൻഷാ അല്ലാഹ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, ഓക്കെ, അവര് അടുത്ത ഗെറ്റ് ടുഗെദർ ഫിക്സ് ചെയ്യാണ്. നമുക്ക് ഇപ്പം എനിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതിനകത്ത് പങ്കെടുക്കണം, ഓക്കെ, ആ ഗെറ്റ് ടുഗെദറിൽ. പക്ഷേ പൊതുവെ എല്ലാവരും പറയുന്ന ആ ഒരു ഡേറ്റ് എനിക്ക് പോസിബിൾ അല്ല, കാരണം എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിബിൾ അല്ല. ഓക്കെ, നിങ്ങളിൽ ഒരാളാണെന്ന് വിചാരിക്കാം, നമ്മൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യാണ്. നിങ്ങളിൽ ഒരാൾക്ക് ആ എല്ലാവരും പറയുന്ന ഡേറ്റ് പോസിബിൾ അല്ല, എന്തോ ഒരു പ്രയാസമുണ്ട്. ഓക്കെ, അപ്പം ഇത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്തുനിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, അതായത് നിങ്ങൾക്ക് പോസിബിൾ അല്ലാത്ത ഡേറ്റ്, ഈ ഡേറ്റ് തീരുമാനിച്ചു, എല്ലാവർക്കും ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് എന്ത് രീതിയിലുള്ള സംസാരമാണ് അത്? ഡിസ്കഷൻ വന്നിട്ടുണ്ട്, നിങ്ങളിൽ ഒരാൾക്ക് അത് ഓക്കെ അല്ല ആ ഡേറ്റ്, വയലന്റ്, റൈറ്റ്? അത് വയലന്റ് ആണ്. കാരണം ഇവിടെ ഒരാൾക്ക് അഭിപ്രായം പറയാൻ ഉള്ള അനുവാദം കൊടുക്കുന്നില്ല. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അതൊരു അവിടെ അറിയുകയും ചെയ്യാം അയാൾക്ക് അത് സ്വീകാര്യമല്ല എന്ന്. എന്നിട്ട് പറയും ഈ ഡേറ്റ് തീരുമാനിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വയലന്റ് ആണ്. അപ്പം ഈ ബുദ്ധിമുട്ടുള്ള ഒരാൾ നിങ്ങൾ പറയാണ് അതിന് മറുപടി ആയിട്ട്, എന്നാ പിന്നെ എല്ലാവർക്കും അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണ് എനിക്കും. ഓക്കെ, അത് എന്ത് രീതിയിലുള്ള സംസാരമാണ്? സൈലന്റ് ആണ് അത് ആക്ച്വലി. കാരണം അയാൾ അപ്പൊ അവിടെ എന്താ പറയേണ്ടത്, എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസം അല്ലെ, നമുക്ക് വേറൊരു ഡേറ്റ് എങ്ങനെയെങ്കിലും പോസിബിൾ ആക്കാൻ പറ്റുമോ എന്നുള്ള കൺസേൺ അല്ലെങ്കിൽ ഒപ്പീനിയൻ അവിടെ പറയാൻ പറ്റും എന്നുണ്ടെങ്കിലാണ് അത് അസർട്ടീവ് ആവുന്നത്. അയാളിപ്പോ എന്താണ്, മറ്റുള്ളവരുടെ തീരുമാനത്തിന് കീഴൊതുങ്ങി കൊടുക്കുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അത് സൈലന്റ് ആണ്. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്തൊരു സിറ്റുവേഷൻ, ഇതിപ്പോ ഒരു പക്ഷെ നമ്മൾ പലരും അനുഭവിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാര്യയും ഭർത്താവും. ഭർത്താവ് ചോദിക്കുകയാണ്, ഇത് എന്തപ്പി ഉണ്ടാക്കി വെച്ചത്, ഇത് എന്ത് വായിലൊക്കെ കൊള്ളൂലല്ലോ. ഇത് വയലന്റ് ആണ്, സൈലന്റ് ആണ്, അസർട്ടീവ് ആണോ? യെസ്, ഓഫ് കോഴ്സ് വയലന്റ് ആണ് അല്ലെ. അപ്പം അതിനും പകരം ഭാര്യ പറയാണ്, നിങ്ങൾ പറയുന്ന എല്ലാം കേൾക്കാൻ നിങ്ങളെ പിന്നാലെ ഓടി വരാൻ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് വേണമെങ്കിൽ മാറ്റി പറഞ്ഞോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഡിന്നർ കിട്ടുമോ എന്ന് പോയി നോക്കിക്കോ. ഓക്കെ, ഇതിനുള്ള മറുപടി ആയിട്ട് ഭാര്യ പറയാണ്.
നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യത്തിനും നിങ്ങളെ പിന്നാലെ വരാൻ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് മാറ്റി പറയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വേറെ ഡിന്നർ കിട്ടുമെന്ന് നോക്കിക്കോ. ഓഫ് കോഴ്സ് അതും വയലന്റ് ആണ് അല്ലേ? അത് വയലന്റ് ആണ്. അതിങ്ങനെ അസർട്ടീവ് ആവുന്നത്. അത് അസർട്ടീവ് ആവില്ല. അസർട്ടീവ് ആവണമെങ്കിൽ അവിടെ എന്താവണം അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ, എന്താന്ന് ഞാൻ നോക്കട്ടെ അല്ലെ? അതാണ് അസർട്ടീവ്. ഇവിടെ ഇപ്പം എന്താ ഈഗോ വർക്ക് ചെയ്തു അല്ലെ? അങ്ങനെ നിങ്ങൾ വേറെ സ്ഥലത്ത് നോക്കിക്കോ എന്ന് പറയുമ്പോൾ അതെന്തായി? വയലന്റ് ആയി. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ഒരുപക്ഷെ പലരും നമ്മൾ ഇതുപോലെ സംസാരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് അസർട്ടീവ് ആണെന്ന് തോന്നിയതും. സുബ്ഹാനല്ലാഹ്. അവിടെ നമുക്ക് മൂപ്പര ഒരു ജെന്യൂൻ കൺസേൺ ആണത്. ആ ഒരു ഭക്ഷണം മോശമായതിന്റെ ഒരു കൺസേൺ ആണത്. ആ ഭക്ഷണം നമുക്ക് നന്നാക്കുകയും ചെയ്യാം അല്ലെ? പക്ഷേ അതിനെന്ത് വേണം? എന്താ അതിന് നിങ്ങൾക്ക് കുഴപ്പം പറ്റിയത്? ഉപ്പ് കുറവാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം എരി കൂട്ടണോ? നമ്മളിങ്ങനെ സംസാരിക്കാനൊന്നുമില്ല. പക്ഷെ അവിടെയാണ് അത് അസർട്ടീവ് ആവുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ഒരുപക്ഷെ വേരിൽ നിന്ന് തന്നെ മാറ്റി തുടങ്ങേണ്ടി വരും അല്ലെ? ഇനി ഇത് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഭയങ്കര വൈഡ് ആപ്ലിക്കബിലിറ്റി ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് അടുത്തത്. ഞാൻ പറയാം. നമ്മൾ എവിടെയെങ്കിലും ഡ്രൈവ് ചെയ്ത് പോവാന്ന് വെക്കാം. ഓക്കെ, ഡ്രൈവ് ചെയ്യുന്ന ആളാന്ന് വെക്കാം. അപ്പൊ നമ്മളെ ഒരു ഫ്രണ്ട് വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്കൊരു ലിഫ്റ്റ് തരുമോ, എന്നെ ഒന്ന് വീട്ടിൽ ഇറക്കി തരും. പക്ഷേ നമ്മൾ ഓൾറെഡി ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഓടുകയാണ്. ഈ ആളെ വീട്ടിൽ ഇറക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ റൂട്ട് എടുക്കണം. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ എന്താവും? മീറ്റിങ്ങിന് ലേറ്റ് ആവുകയും ചെയ്യും. അപ്പം ഞാൻ പറയാണ്, ഞാൻ ലേറ്റ് ആണ് കേട്ടോ, ഞാൻ ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ വരെ ചിലപ്പോൾ എനിക്ക് ഇറക്കി തരാൻ പറ്റില്ല, ഞാൻ നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇറക്കി തരട്ടെ, നിങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയിക്കോളൂ. ഇത് ഏത് രീതിയിലുള്ള സംസാരമാണ്? അസർട്ടീവ്. മാഷാ അല്ലാഹ്. ഇത് അസർട്ടീവ് ആണ് അല്ലെ? കാരണം നമ്മൾ ആ ചോദിച്ച ഫ്രണ്ടിന് അറിയൂല നമ്മളെ സിറ്റുവേഷൻ എന്താന്ന്. നമ്മൾ ലേറ്റ് ആണോന്നോ നമ്മൾ പോണ വഴി അതാണോന്നോ ഒന്നും അറിയില്ല. മാഷാ അല്ലാഹ്. അപ്പം അതാണ് അസർട്ടീവ് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷേ മെജോറിറ്റി ഓഫ് ദ ടൈം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ, അപ്പം ഈ ഒരു സിറ്റുവേഷൻ ഫ്രണ്ട് ആയതുകൊണ്ട് മേ ബി നമ്മൾ പറയായിരിക്കും. ഇവിടെ ഫ്രണ്ടിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ ഓരോരുത്തരെയും കൊണ്ടുവരാം നമ്മളുടെ ജീവിതത്തിലുള്ള. ഓക്കെ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അധികവും എന്താ ചെയ്യാന്ന് വെച്ചാൽ സബ്മിസീവ് ആവും, കീഴൊതുങ്ങും, സൈലന്റ് ആവും അല്ലേ? എങ്ങനെയാ അപ്പോ? മൂപ്പർ ചോദിച്ചല്ലേ, എങ്ങനെയാ അപ്പൊ നോ പറയാ അല്ലേ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പം കൊണ്ടയാക്കി കൊടുക്കുകയും ചെയ്യും. ഇവിടെ കൊണ്ടയാക്കലും ഫ്രണ്ട് എന്നുള്ളതിനെ റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിലുള്ള പല ആളുകളെയും പല സിറ്റുവേഷൻസിനെയും കൊണ്ടുവരാം. ഇതുപോലെ നമുക്ക് പറ്റാത്ത സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ഇതുപോലെ എല്ലാവരും ഇതുപോലെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല അല്ലെ? ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ മേലെ അതൊരു നിർബന്ധമാക്കിയിട്ടുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ വരുമ്പം നമ്മൾ എന്താ ചെയ്യാറ്? ഓക്കെ, നമ്മൾ ഇതുപോലെ അസർട്ടീവ് ആയിട്ട് നോ പറയാൻ, നോ അല്ലെങ്കിലും അതിനെ ഒരു സൊല്യൂഷൻ പോലെ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യോ ഇല്ലേ? സുബ്ഹാനല്ലാഹ്. ഇപ്പം ഈ ഫ്രണ്ടിനെ ഒന്നും പറയാതെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടെന്ന് വെക്കാം ഇയാള്. ഓക്കെ, നമ്മളിപ്പോ അങ്ങനെ കൊണ്ടുപോയി വിട്ടെന്ന് വെക്കാം. വിട്ടിട്ട് തിരിച്ച് നമുക്ക് മീറ്റിങ്ങിന് വരണം അല്ലെ? മീറ്റിങ്ങിന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ലേറ്റ് ആവും. ലേറ്റ് ആവുമ്പോൾ നമ്മൾ ഫുൾ ടെൻസ്ഡ് ആയിട്ടാണ് അവിടെ കയറി ചെല്ലുന്നത് അല്ലെ? നമ്മളെ കാണുന്നവരും വിചാരിക്കും ഇവക്ക് എന്തോ അല്ലെ, ഇവനെന്തോ പറ്റിയിട്ടുണ്ട്. മീറ്റിങ്ങിൽ നമ്മൾ സംസാരം കേൾക്കുമ്പോഴും കേൾക്കുന്നവർക്കറിയാം ഇവക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. നമ്മളെ മനസ്സിലോ അവൻ കാരണം, അവള് കാരണം, അവൾക്ക് മാനമര്യാദയ്ക്ക് ഞാൻ ഓഫീസിൽ പോകാന്ന് അവർക്ക് അറിഞ്ഞൂടെ അല്ലെ? തന്നെയായിരിക്കും വിചാരിക്കുന്നത്. ആ ഒരു ചെറിയൊരു വെറുപ്പ് നമ്മളെ മനസ്സിൽ എന്തൊരു സ്വഭാവമാണ്, ഒന്ന് ചിന്തിച്ചൂടെ അല്ലെ? മനുഷ്യന് തിരക്കാന്നൊന്ന് അറിഞ്ഞൂടെ? അപ്പൊ അവന്റെ വീട്ടിൽ സ്വന്തം പോയിക്കൂടെ? ഓന് ബസ് കയറി പോയാൽ പോലെ. ഇതൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മൾക്ക് ശരിക്കും നമ്മൾ ആ ഒരു കൺസേൺ ഇപ്പം ഇവിടെ പറഞ്ഞ പോലെ കൺസേൺ ഒക്കെ, ഞാൻ ലേറ്റ് ആയി, നിങ്ങളെ ബസ് സ്റ്റോപ്പിൽ ഇറക്കാം, അങ്ങനെ ചെയ്താൽ മതിയാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഇതങ്ങോട്ട് ഏറ്റെടുക്കും, ചെയ്യും. എന്നിട്ട് അവർ അതന്നെ ചിന്തിക്കും, അതന്നെ സംസാരിക്കും. പിന്നെ വരുന്നവരോടൊക്കെ പറയും എന്റെ മീറ്റിംഗ് ഒന്ന് കൊളായി, ഓന് ഇറക്കി കൊടുക്കാൻ പറഞ്ഞേ, ഞാൻ ഇറക്കി കൊടുത്ത് അല്ലെ? എന്താക്കാനാ? ഓന് മനസ്സിലാവണ്ടേ? ഈ ഓന് ഇതെങ്ങനെയാ മനസ്സിലാവുക? നമ്മൾ പറയണ്ടേ? സുബ്ഹാനല്ലാഹ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് അല്ലെ? അവള് കാരണം, അവൻ കാരണം ഇങ്ങനെ ആയിപ്പോയത്, അത് അങ്ങനെ ആയിപ്പോയത്, ഞാൻ അവിടെ എത്താൻ വൈകിപ്പോയത്, എന്റെ ഈ കാര്യം അങ്ങനെ ആയിപ്പോയത്, എന്റെ ആ കാര്യം ഇങ്ങനെ ആയിപ്പോയത്. നമ്മളെ മിക്കവാറും പ്രശ്നങ്ങളും ഫ്രസ്ട്രേഷൻസ് ഒക്കെ നിങ്ങളൊന്നും അത് പറഞ്ഞിട്ടല്ല, അത് അങ്ങനെ ആയിപ്പോയത്, നിങ്ങളത് അന്ന് പറഞ്ഞപ്പോൾ ഞാനത് അങ്ങനെയല്ല, എനിക്ക് പറ്റൂല എന്ന് എനിക്ക് പറയായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് അത് നിങ്ങളെ തലയിലും അവരുടെ തലയിലും ഇവരുടെ തലയിലും എടുത്തു വെക്കും. എന്നിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ വെറുപ്പ് നമ്മളെ തലയിലേക്ക് കയറി വരും അല്ലെ? എന്നിട്ട് ചിലപ്പം നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്നവരാണെങ്കിൽ
സുഹൃത്തുക്കളുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ മാറി നിൽക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ബന്ധുക്കളുടെ കാര്യത്തിൽ നിന്ന് ഒരു പരിധി കൂടുതൽ നമുക്ക് കണക്ഷൻ കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന ഇപ്പുറത്തുണ്ടല്ലോ അല്ലെ. കുടുംബത്തിനകത്തും ബന്ധുക്കളുടെ കാര്യത്തിൽ നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. സുഹൃത്തുക്കളാണെങ്കിൽ പിന്നെ അവരെ അങ്ങോട്ട് ഒഴിവാക്കും. എന്നെ കൊണ്ട് പറ്റൂല ഇനി അല്ലെ. പിന്നെ അത് കുറെ പരദൂഷണാവും. ഓള് കാരണമാണ്, അല്ലെങ്കിൽ ഓളത്ത് അങ്ങനെ ഒരു സ്വഭാവമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, ഓക്ക് അറിയണ്ടാവില്ല ഓള് ചോദിച്ചത് ഇത്ര വലിയ തെറ്റാണെന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇവിടെ ശരിക്കും പ്രശ്നം ആരതാണ്? നമ്മളതാണ് അല്ലെ. ഒന്നെങ്കിൽ നമ്മൾ കാണിച്ച ആ ഒരു സൈലൻസ് അല്ലെ, സബ്മിഷൻ, അല്ലെങ്കിൽ നമ്മൾ കാണിച്ച ആ ഒരു വയലൻസ്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് വളരെ മോശമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും ചില കേസിൽ. നീ എങ്ങനെ എപ്പം ചോദിക്കാതെ അല്ലേ, ഞാൻ ഓഫീസിൽ പോവാൻ നിൽക്കല്ലേ, അവിടെ നമ്മൾ വയലൻസ് കാണിച്ച് അവിടെ ബന്ധം മുറിഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ അതിന് കീഴൊതുങ്ങി അത് ചെയ്തു കൊടുത്ത് നമ്മൾ അതിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് അവിടെ ബന്ധം മുറിഞ്ഞു. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ പരദൂഷണായി അല്ലെ, വെറുപ്പായി, വിദ്വേഷായി. നമുക്ക് അവിടെ എങ്ങനെ അസേർട്ടീവായിട്ട് സംസാരിക്കാൻ നമുക്ക് അറിയൂല. ശരിക്കും അതൊരു സുന്നയാണ്, സുന്നത്താണ് അസേർട്ടീവായിട്ട് സംസാരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ, അസേർട്ടീവായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോവാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാ അത് സുന്നയാവുന്നത്? അല്ലെങ്കിൽ അത് ശരിക്കും ബാധ്യത തന്നെ വേണമെങ്കിൽ പറയാം. സുബ്ഹാനല്ലാഹ്. നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെ ആമന റസൂല് പഠിച്ചപ്പം പഠിച്ച ഒരു കാര്യമുണ്ട്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഇവിടെ മൊത്തത്തില് മനുഷ്യ സമൂഹത്തിന്റെ ഒരു കപ്പാസിറ്റി അല്ല അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. നഫ്സൻ ആണ് അല്ലെ. നഫ്സുൻ തൻവീനുള്ള വാക്കുകളാവുമ്പോൾ, അതായത് നക്കിറയായിട്ടുള്ള വാക്കുകൾ വരുമ്പോൾ അവിടെ ഓരോന്നുമാണ്, ഓരോന്നും സെപ്പറേറ്റ് ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഓരോ നഫ്സിനും ഇല്ലാ വുസ്അഹ, ആ നഫ്സിന് താങ്ങാൻ പറ്റുന്നല്ലാതെ അള്ളാഹു ഡിമാൻഡ് ചെയ്യുന്നില്ല. ശരിയാണ്, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കണം അല്ലെ. ഇന്ന് ചെയ്യാൻ പറ്റുന്നതാവില്ല നമുക്ക് നാളെ ചെയ്യാൻ പറ്റും. നാളെ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ നന്മ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അതിനേക്കാൾ കൂടുതൽ ഉപകാരങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും. അതിനേക്കാൾ കൂടുതലല്ലേ നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങളും സ്വതക്കയാണ്. അതുകൊണ്ട് ഇന്ന് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് നാളെ ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്ക് ഇൻക്രീസ് ചെയ്യാം നമ്മുടെ കപ്പാസിറ്റി. പക്ഷെ ഒരു ഗിവൺ ടൈമിൽ ഒരു നെഫ്സിന് ഒരു കപ്പാസിറ്റി ഉണ്ട് അള്ളാഹ് കൊടുത്തേ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കപ്പാസിറ്റികൾ പലപ്പോഴും നമ്മുടെ പരീക്ഷണങ്ങളിലൂടെ ഉയർന്നുയർന്നു വരും അല്ലെ. ഒരു 10 കൊല്ലം മുമ്പുള്ള നമ്മുടെ ക്ഷമയല്ല ഇപ്പോഴത്തെ നമ്മളുടെ ക്ഷമ. ഓക്കെ. അപ്പം ഈ മൊമെന്റിൽ എന്റെ നെഫ്സിന് താങ്ങുന്നത് എന്തോ അതേ അള്ളാഹു നമുക്ക് തരുള്ളൂ, അതേ അള്ളാഹു നമ്മളിൽ നിന്ന് ഡിമാൻഡും ചെയ്യുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. അതും ആർക്കാ അറിയാ? നമ്മളടുത്ത് ഈ ചോദിച്ചു വരുന്ന ആൾക്കാർക്കാണോ അറിയാ നമ്മളെ കപ്പാസിറ്റി എന്താന്ന്? അല്ല, നമുക്കും നമ്മളെ പഠിച്ച റബ്ബിനുമാണ് അറിയാം. സുബ്ഹാനല്ലാഹ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അതേ നമ്മളപ്പൊ ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് ഈ മൊമെന്റിൽ എന്താണോ ചെയ്യാൻ പറ്റുക അതേ ചെയ്യേണ്ടതുള്ളൂ. ആരൊക്കെയോ എന്തൊക്കെയോ നമ്മളടുത്ത് പറഞ്ഞെന്ന് വെച്ച് ഡിമാൻഡ് ചെയ്തെന്ന് വെച്ചിട്ട് അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മേൽ ഫർദാക്കിയ കാര്യമല്ലെങ്കിൽ, ആ മൊമെന്റിൽ നമുക്കത് ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് അവിടെ നമുക്ക് മോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളെ കപ്പാസിറ്റി അതിനെ ഉൾക്കൊള്ളാൻ മാത്രം വളർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ആത്മാർത്ഥമായിട്ട് കപ്പാസിറ്റി വളർന്നിട്ടില്ല എന്നുണ്ടെങ്കിലാണ്, അല്ലാതെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം നമ്മൾ കപ്പാസിറ്റി വളർത്തിക്കൊണ്ടേയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മൾ 10 കൊല്ലം മുമ്പ് ചെയ്ത കാര്യങ്ങളല്ല ഇപ്പൊ ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കപ്പാസിറ്റി ഉയർത്തിയിട്ടുണ്ട്. നമ്മളിട്ട എഫേർട്ട് കാരണം ഒരുപാട് നമ്മുടെ കപ്പാസിറ്റി അൽഹംദുലില്ലാഹ് അള്ളാഹിന്റെ തൗഫീഖോട് കൂടി ഉയർന്നിട്ടുണ്ട്. അപ്പം ഇപ്പം എനിക്കത് പറ്റൂല എന്നുണ്ടെങ്കിൽ അള്ളാഹു ഒരു നഫ്സിനോടും അതിന് താങ്ങാൻ പറ്റാത്ത ചെയ്യാൻ പറയുന്നില്ല, അതേ ചെയ്യേണ്ടതുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് അള്ളാന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ പോണ്ട. ഇത് ചെയ്തില്ലെങ്കിൽ റബ്ബ് അല്ലെ, റബ്ബിനറിയാം നിങ്ങൾക്ക് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റാന്ന്. പക്ഷെ നമ്മൾ പലപ്പോഴും അള്ളാനെ വിചാരിച്ചിട്ടാണ് നമ്മളുടെ ആ ഒരു കീഴൊതുങ്ങൽ അല്ലെ. പലരിടത്തും പൊളൈറ്റ് ആയിട്ട് റീസൺ പറഞ്ഞുകൊണ്ട് നോ പറയാൻ നമുക്ക് കഴിവില്ലാത്തത് കൊണ്ട് നമ്മളത് വേഗം അള്ളാന്റെ മേലെ അടിച്ചേൽപ്പിക്കും. അള്ളാന്റെ തൃപ്തിക്കും വേണ്ടിയിട്ടാ ഞാനിത് ചെയ്തതെന്ന്, എന്നിട്ടോ അള്ളാന്റെ തൃപ്തിക്കും വേണ്ടിയിട്ടോ എന്റെ ജീവിതം ഒക്കെ അത് ചെയ്തത് കൊടുത്തോണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് നാട്ടുകാരോട് മുഴുവനും പറഞ്ഞു കൊടുക്കും. ഇത് ഏത് റബ്ബിന്റെ തൃപ്തിക്കാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ്. അപ്പം അവിടെ നമുക്ക് അങ്ങനെ ഒരു കീഴൊതുങ്ങലിന്റെ ആവശ്യം ഇല്ല. അതേപോലെ നമ്മൾ ചിലപ്പം അല്ലെ, ഇതേപോലെ ആളുകൾ എന്തെങ്കിലും നമ്മളടുത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റൂലായിരിക്കും. ഈ പറഞ്ഞ പോലെ കീഴൊതുങ്ങയില്ല നമ്മൾ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഇത്തിരി ഒന്നോട് വയലന്റ് ആയേക്കും. നമുക്ക് തോന്നിയ പോലെ എന്തെങ്കിലും പറയും. ഈ വലിയ കാര്യത്തിൽ ഇത് പറയണില്ല, അന്ന് എന്നോട് ഞാൻ പറഞ്ഞപ്പോ ഈ അത് ചെയ്തീനോ അല്ലെ. നമുക്ക് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തണം. സുബ്ഹാനല്ലാഹ്. പിന്നെ എന്തിനാ ഞാനിത് ചെയ്യുന്നത്? എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയൂല. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയൂലെങ്കിൽ അതിന് റീസൺ വെച്ച് മാനമര്യാദക്ക് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നീ അങ്ങനാണ്, അല്ലെങ്കിൽ നീ ഇങ്ങനാണ്. സുബ്ഹാനല്ലാഹ്. എന്ത് കാര്യത്തിന്? അവിടെ നമ്മൾ നേരത്തത് നമ്മുടെ സബ്മിഷൻ ആയിരുന്നു അല്ലെ, അനാവശ്യമായ കീഴൊതുങ്ങലായിരുന്നു നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്തുള്ളത്. ഇവിടെ നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്താന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് എന്താണ് ഒരു റീസൺ വേണം. എന്ത്? അവരെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു റീസൺ. സുബ്ഹാനല്ലാഹ്.
നിനക്ക് ഞാൻ അന്നത് ചെയ്തെന്നിട്ട് ഈ നന്ദി കാണിച്ചിട്ടില്ല എൻ്റെ അടുത്ത്, നീ എന്നിട്ട് എന്നോട് അതാ ചെയ്തത് അല്ലെ, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ല. വയലൻസ് ആയി അവിടെ. സുബ്ഹാനല്ലാഹ്. പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പൊളൈറ്റ് ആയിട്ട് നല്ല വാക്ക് പറയല്ലേ. സദക്കയുടെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞേ? നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെ, സദഖത്തിൻ യത്ബഉഹ അദൻ അല്ലെ, അത് വെച്ചിട്ട് ഫോളോ ചെയ്യുന്ന അല്ലെ, അവരെ കുറ്റപ്പെടുത്തി എടുങ്ങേറാക്കിയിട്ട് ഫോളോ ചെയ്തിട്ട് ചെയ്യുന്ന സദഖേനേക്കാളും നല്ലത് എന്താണ്? ഖൗലും മഅറൂഫും വമഗ്ഫിറത്തുൻ ഖൈർ. ഖൗലും മഅറൂഫും വമഗ്ഫിറത്തുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹ അദൻ. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരെടങ്ങേറാക്കി വെറുപ്പിച്ചിട്ട് ആ നന്മ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നല്ല വാക്ക് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റൂല കേട്ടോ, സോറി കേട്ടോ, എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാട്ടോ, നിങ്ങൾക്ക് വിഷമം തോന്നരുത് കേട്ടോ. സുബ്ഹാനല്ലാഹ്. അവിടെ മഗ്ഫിറയുണ്ട്. അതായത് എന്തിനാ അവിടെ മഗ്ഫിറ കൊടുക്കുന്നത്? അവരുടെ അറിവില്ലായ്മ കൊണ്ട്, അവർക്ക് എന്റെ സിറ്റുവേഷൻ അറിയാത്തോണ്ട് ചോദിച്ചതല്ലേ അല്ലേ. അവരോട് എന്തിനാ ഞാൻ വെറുതെ മനസ്സിൽ വെറുപ്പ് വെക്കുന്നത്? എന്നാൽ നമ്മളോ ഇത് രണ്ടും അല്ലാത്തതും ഒക്കെ ചെയ്യും. ഖൗലും മഅറൂഫും മഗ്ഫിറ അല്ലാത്തതും എല്ലാം നമ്മൾ അവിടെ ചെയ്യും. ഒന്ന്, നമ്മൾ ആ കാര്യം അങ്ങോട്ട് ഏറ്റെടുത്ത് ചെയ്യും അല്ലെ, ഏറ്റെടുത്ത് ചെയ്തിട്ട് അതിന്റെ പിന്നാലെ അവൻ സുബ്ഹാനല്ലാഹ് മന്നും അതേം കൊണ്ടുവരും, അവരെ വേദനിപ്പിക്കും, മുറിവേൽപ്പിക്കും. സുബ്ഹാനല്ലാഹ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ, ചെയ്യൂല എന്നുണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും വേദനിപ്പിക്കും, മുറിവേൽപ്പിക്കും, തോന്നിയതൊക്കെ പറയും. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മൾ ഇതുപോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മളുടെ എന്താന്ന് മനസ്സിലാക്കിയിട്ട്, നമ്മളുടെ കപ്പാസിറ്റി എന്താന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ ലിമിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ കാര്യം ചെയ്യുമ്പം ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന അനുസരിക്കുകയാണ് അല്ലേ. അതുപോലെ മാറൂഫും മാഫിറയും നമുക്ക് ചെയ്യാൻ കാരണം അള്ളാഹ് ഒരു സദഖയുടെ കാര്യത്തിൽ പോലും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ അടുത്ത് ഇല്ലാത്തത് കൊടുക്കാനോ അല്ലെ, നിങ്ങളെ കൊണ്ട് പറ്റാത്തത് ചെയ്യാൻ. എപ്പോഴും നമ്മൾ സ്വതക്ക പറയുമ്പോൾ പറയാറുണ്ട് ഏതൊരു നല്ല പ്രവൃത്തിയും സ്വതക്കയാണെന്ന്. അവിടെ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത്, നിങ്ങൾക്ക് പറ്റാത്തത് ചെയ്യാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല. എവിടെയും പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പം അതിനൊരു ആൾട്ടർനേറ്റീവ് അള്ളാഹു സുബ്ഹാനഹു തആല തരുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹിന്റെ കൽപ്പന എന്താ? നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ ഖൗലു മഅറൂഫ് വ മഗ്ഫിറ, അതാണ് അള്ളാഹിന്റെ കൽപ്പന അല്ലെ. അത് നമ്മൾ ചെയ്യുമ്പോൾ, അള്ളാഹിനെ നമ്മളെ ഒബേ ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് അള്ളാഹ് മതി അല്ലെ, അള്ളാഹ് മതി. പക്ഷെ എപ്പോഴും അള്ളാഹിന്റെ എന്തൊരു കൽപ്പനയാണെങ്കിലും നമ്മൾ അനുസരിക്കാൻ വരുമ്പം മൂപ്പര് തടയിടും, മൂപ്പര് ഓടി വരും, അത് ഭയങ്കര ഭാരമാക്കിക്കൊണ്ട് അല്ലെ. എപ്പോഴും നമുക്ക് ഇതുപോലെ ആരടുത്തെങ്കിലും നോ പറയണം, നമുക്കൊരു ജെന്യുവൻ റീസൺ ഉണ്ട്, അതൊന്നും അവർക്ക് മര്യാദക്ക് അത് പറഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്നും ഒഴിയാ എന്ന് വിചാരിക്കുമ്പോൾ ഇബ്ലീസ് അതെങ്ങനെയാ ഓരോട് അത് പറയലേ, ഓർക്കത് അതൊരു മോശല്ലേ. അപ്പൊ അത് പറയുന്നത് മാത്രമാണ് ഈ മോശം. ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഓരെ കുറിച്ചും കുറ്റം പറഞ്ഞ് നടക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഒരു കാരണം എന്റെ ജീവിതം തൊലഞ്ഞെന്ന് പറയുന്നതിന് ഒരു പ്രശ്നമില്ല. ഓരെ പിന്നെ കാണുമ്പോൾ ഓരോ അത് പറഞ്ഞ് കുത്തുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ അപ്പം അവരുടെ അടുത്ത് മാനമര്യാദക്ക് ഇത് എന്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്തുള്ളതാണ്, എന്റെ സിറ്റുവേഷൻ ഇങ്ങനെ 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 ആയതുകൊണ്ട് എനിക്ക് പറ്റാഞ്ഞിട്ടാട്ടോ, സോറി ഇട്ടോന്ന് ആ ഒരു ഖൗലും മഅറൂഫും മഗ്ഫിറയും നമ്മൾ ചെയ്യുന്നത് ഇബ്ലീസ് നമുക്ക് ഭാരമായിട്ട് തോന്നിക്കും. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ ആ കാര്യം, അത് നമ്മൾ അള്ളാഹിനെ അനുസരിക്കണം അല്ലെ. അള്ളാഹിനെ അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അള്ളാഹു അത് എളുപ്പാക്കി തരും നമുക്ക്. സുബ്ഹാനല്ലാഹ്. ലൈഫ് തന്നെ എന്ത് ഈസി അല്ലെ എന്ന് ആലോചിച്ചൊക്കെ. നമ്മളൊക്കെ ലൈഫ് ഏറ്റവും കൂടുതൽ കുടുങ്ങി കിടക്കുന്നത് ഈ പ്രശ്നങ്ങളിലാണ്. പലരിടത്തും അല്ലെ മാനമര്യാദക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല എന്ന് പറയാൻ പറ്റായികയാണ് പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇപ്പൊ എത്തിയിരിക്കുന്ന അവസ്ഥയിൽ എത്താനുള്ള ഒരു കാരണം. എന്നിട്ട് നമ്മൾ അതിനൊക്കെയും ആരെയാ കുറ്റം പറയാ? റബ്ബിനല്ലേ. കാരണം റബ്ബിനെ അനുസരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്ത്. റബ്ബ് ഇതൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. റബ്ബ് ഒരു നഫ്സിനും അതിനെ പറ്റാത്തത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. റബ്ബ് കപ്പാസിറ്റി കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ട്, അത് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നാച്ചുറലി നമുക്ക് മുമ്പ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും, നമ്മൾ ചെയ്യുകയും ചെയ്യും. പക്ഷെ നമ്മളെ തന്നെ കുത്തി ചവിട്ടി ഇല്ലാണ്ടാക്കുക. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഇത് എന്തുകൊണ്ടത് സംഭവിച്ചെന്നറിയോ? ജസ്റ്റ് നമുക്ക് അസേർട്ടീവ് ആയിട്ട് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട്. നമുക്ക് ഒന്നെങ്കിൽ സൈലൻസ് ആൻഡ് സബ്മിഷൻ, അല്ലെങ്കിൽ വയലൻസ് ആൻഡ് അഗ്രസീവ്നെസ്. അത് രണ്ട് നമ്മളെ നേച്ചറിനനുസരിച്ച്, ഓരോരുത്തരുടെ സ്വഭാവത്തിനനുസരിച്ച്. ചിലർ അങ്ങനെ സംസാരിച്ച് ശീലിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ അവർ സൈലൻസ് ആൻഡ് സബ്മിഷൻ കൊണ്ട് അള്ളാഹിനെ അനുസരിക്കുന്നു എന്ന് വരുത്തി തീർക്കും. ആക്ച്വലി അള്ളാഹിനോട് അനുസരണക്കേടാണ് കാണിക്കുന്നത്. മറ്റവർ സംസാരിച്ചും എതിർത്തും ശീലിച്ചിട്ടുള്ളവര് അല്ലെ വയലൻസും അഗ്രസീവ്നെസ്സും കാണിക്കും. അള്ളാഹിനെയാണ് അനുസരിക്കുന്നത്, ഞാൻ പ്രശ്നം പരിഹരിക്കുക എന്ന് വിചാരിക്കും, പക്ഷെ അവിടെയും അനുസരണക്കേടാണ് കാണിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹിന്റെ മാർഗം എന്താണ്? ഖൗലും മഅറൂഫും വ മഗ്ഫിറ. സുബ്ഹാനല്ലാഹ്.
ഇനി നമ്മളടുത്ത് ആരെങ്കിലും ഇത് പറയുകയാണെങ്കിൽ, ഓക്കെ എനിക്ക് പറ്റൂല കേട്ടോ എന്ന് നമ്മളടുത്ത് ആരെങ്കിലും പറയുകയാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് ഓപ്പൺ ആയിട്ട് അതിനെ സ്വീകരിക്കുക. അവരുടെ കൺസേൺ, അവരെന്ത് റീസൺ ആണോ പറഞ്ഞത് അതിനെ അതേപടി. അപ്പൊ നമ്മൾ ശരിക്കും ഓള് വെറുതെ പറയാ, ശരിക്കും അങ്ങനത്തെ ഒന്നും ഇല്ല, ഓക്ക് ശരിക്കും ചെയ്തൊക്കെ തരാം, ഓള് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അല്ലെ, ആ ഒരു അവസ്ഥയിലേക്ക് പോകണ്ട. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അല്ലെ, ലഹമ കെസബത്ത് അലേഹ മക്തസബത്ത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇക്തസബത്ത്, അതായത് തിന്മ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ നമ്മൾ അവിടെ ഒരു പറഞ്ഞ ആ കാര്യം, ആ റീസൺ ജെനുവിൻ ആയിട്ടുള്ള, അവർ പറഞ്ഞത് ജെനുവിൻ ആണെന്ന് മനസ്സിൽ കൊണ്ട് അത് സ്വീകരിക്കുന്ന എളുപ്പത്തിന് പകരം നമ്മൾ എന്തൊക്കെയോ ചിന്തിച്ചുണ്ടാക്കല്ലോ, ഓൾ അതുകൊണ്ടാണ് അത് പറഞ്ഞത്, ഓൾ ഇതുകൊണ്ടാണ് അത് പറഞ്ഞത്, ഓൾ മറ്റതുകൊണ്ടാണ് അത് പറഞ്ഞത്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സമ്പാദിച്ച് അങ്ങോട്ട് കൂട്ടും എന്ത്, തിന്മകള്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മള് സുബ്ഹാനല്ലാഹ് ഓരോന്നും അല്ലെ, നമ്മൾ സൈഡ് നമ്മളടുത്ത് ആരെങ്കിലും അതുപോലെ നോ പറയുകയാണെങ്കിൽ എന്തില്ല, അതവർക്ക് പറ്റാത്തതുകൊണ്ട് അല്ലെ, മാന്യമാരെയൊക്കെ അവരത് പറഞ്ഞല്ലോ, അവർ കൗലും മാറൂഫും വാ മാഫിറ അല്ലെ, അതാണ് അവർ ഉദ്ദേശിച്ചത്. അവരത് പറഞ്ഞു, നമ്മൾ അങ്ങ് സ്വീകരിച്ചു. നമുക്ക് ആ കാര്യം നടത്തി തരാൻ റബ്ബ് മതി അല്ലെ. അത് അവരല്ലെങ്കിൽ അള്ളാഹു വേറൊരാളെ കണ്ടുപിടിക്കും. ആ പ്രശ്നം അവർ നമ്മളോട് ചെയ്യൂല എന്ന് പറഞ്ഞത് നമ്മൾ എന്താക്കുക, നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബ് അവരെ കൊണ്ട് പറയിപ്പിച്ചതാണ് അല്ലെ. നമുക്ക് ക്ഷമയും അല്ലെങ്കിൽ അവിടെ കെസബത്ത് വേണോ ഇക്തസബത്ത് വേണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരവും അല്ലെ, അവരെ കുറിച്ച് മോശമായി ചിന്തിക്കണോ അതോ അവർ പറഞ്ഞത് അതേപടി എടുത്തിട്ട് അവർക്ക് ആ ഒരു എളുപ്പം കൊടുക്കണോ എന്നൊക്കെ എന്താണ് പ്രതിഫലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൊഴിച്ചു വെച്ച മുത്തും പവിഴമൊക്കെ ആണെന്ന് അത് അങ്ങോട്ട് മനസ്സിലാക്കാനുള്ള ഒരു ചാൻസ് ആക്കിയിട്ട് എടുക്കുക. സുബ്ഹാനല്ലാഹ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ, അവളത് അങ്ങനെ അതുകൊണ്ടാ ചെയ്യാത്ത ഇതുകൊണ്ടാ ചെയ്യാത്ത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ചതിനും പുറത്ത് പറഞ്ഞതിനും നമുക്ക് ഹിസാബുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇതൊക്കെ പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ നമ്മളുടെ സൂറത്തുൽ ബഖറയിലെ 284, 85, 86 ആയത്തിന്റെ തഫ്സീർ കേട്ടവരാണെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് കേട്ടോ. കാരണം ഈ പറഞ്ഞ പല കാര്യങ്ങളും ആ ആയത്തുകളുമായിട്ട് കണക്റ്റഡ് ആ. സുബ്ഹാനല്ലാഹ്. ഇല്ലാത്തവരെ പോയി കേൾക്കാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ അക്കൗണ്ടബിൾ ആണ്. അവർ ചിലപ്പം ജെന്യൂൻ ആയിട്ട് പറഞ്ഞതായിരിക്കാം, ഇനി ജെന്യൂൻ അല്ലാതെ പറഞ്ഞതായിരിക്കാം, ചെയ്യാൻ പറ്റൂല ഇന്ന കാരണം കൊണ്ട്. എന്തിനാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അതേപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതാണ് എളുപ്പത്തിൽ സമ്പാദിക്കാൻ പറ്റുന്നത്. സുബ്ഹാനല്ലാഹ്. പ്രയാസത്തിൽ സമ്പാദിച്ചത് നമുക്ക് ദോഷമായിട്ടേ മാറുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഒരിക്കലും നമ്മൾ ആളുകളെ അവരുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ആളുകൾ എന്ന് പറയുമ്പോൾ പുറത്തുള്ളവരൊന്നല്ലോ, നമ്മളെ മക്കളെ അടക്കം അവർക്ക് പറ്റാഞ്ഞിട്ടാണ് നമുക്ക് കരുതുക. ഓക്കെ, അവരെ മെല്ലെ മെല്ലെ അവരുടെ കപ്പാസിറ്റി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തും അപ്രീഷിയേറ്റ് ചെയ്തും കൂടെ ഉണ്ടെങ്കിൽ അവരത് ചെയ്തോളും. സുബ്ഹാനല്ലാഹ്. ഇനി കുറച്ചൊരു സെൽഫ് റിഫ്ലക്ഷൻ, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, റെക്കോർഡിംഗ് ഉണ്ടാവും കേട്ടോ ഇതിൻ്റെയൊക്കെ ഇൻഷാ അല്ലാഹ്. ആ ചോദ്യങ്ങൾ നിങ്ങളെ മനസ്സിൽ കൂടെ ഒന്ന് പോയിക്കോട്ടെ. ഓരോരുത്തരും ഒരു മിനിറ്റെങ്കിലും എടുത്തിട്ട് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഒന്ന്, നമ്മൾ എത്രത്തോളം ഫ്രീക്വന്റ് ആയിട്ട് ഇതുപോലെയുള്ള കോൺഫ്ലിക്ട്സ് നമ്മുടെ ജീവിതത്തിൽ, അത് പല മേഖലകളിലും ആവാം, നമ്മുടെ കുടുംബങ്ങളിലാവാം, പിന്നെ എക്സ്റ്റെൻഡഡ് ഫാമിലിയിലാവാം, നെയ്ബേഴ്സിന്റെ അടുത്താവാം, ഫ്രണ്ട്സിന്റെ അടുത്താവാം, വർക്ക് പ്ലേസിലാവാം, പഠിക്കുന്ന സ്ഥലത്താവാം, എത്ര ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ഇതുപോലെയുള്ള കോൺഫ്ലിക്റ്റുകൾ ഫേസ് ചെയ്യാറുണ്ട്. ദിവസം ഒന്നെങ്കിലും നമ്മൾ മിക്കവാറും അല്ലെ ഫേസ് ചെയ്യാറുണ്ടാവുമായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഒന്നൊന്നും അല്ല, ഒരുപാട് തന്നെ ഉണ്ടാവാറുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഓരോരുത്തരും ആലോചിക്കുക എത്ര ഫേസ് ചെയ്യാറുണ്ട്. ഇനി ഇതുപോലെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ കോൺഫ്ലിക്ട്സ്, പ്രശ്നങ്ങൾ എന്തും അല്ലെ, നമ്മൾ തിരിച്ചൊരു കാര്യം പറയേണ്ട അല്ലെങ്കിൽ നമ്മളുടെ ഒരു പോയിന്റ് പറയേണ്ട സിറ്റുവേഷനിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? അതിനെ ഡീൽ ചെയ്യുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യുവോ അതോ അത് എന്താണ് അവോയ്ഡ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കീഴൊതുങ്ങി കൊടുക്കുവോ അതോ വയലന്റ് ആയിട്ട് അല്ലെ അതിനെ എതിർത്ത് അതിശക്തമായിട്ട് എതിർത്ത് അവരെ ലേബൽ ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്തിട്ട് ചെയ്യുമോ? ഇനി അതുമല്ല, നമ്മൾ എന്താന്ന് അല്ലെ ശരിക്കും സമയമെടുത്ത് അവരെ പ്രശ്നങ്ങൾ, ഏതൊരാളും എത്ര അഗ്രസീവ് ആയിട്ടുള്ള ഒരാളും അയാളുടെ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നം എന്താ, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും വേണ്ടത് അതാ. അവരെ കേൾക്കാൻ ഒരാള്, അവരെ പ്രശ്നം പരിഹരിക്കാൻ ഒരാള്. കാരണം പലരും, മെജോറിറ്റി ആളുകളും അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അപ്രോച്ച് ചെയ്യാൻ മാത്രം വളർന്നിട്ടുണ്ടാവില്ല. നമ്മുടെ ദഅവ എന്ന് പറയുന്നത് നമ്മൾ ഈ പഠിച്ചത് അതേപോലെ പാടിക്കൊടുക്കലും ഛർദ്ദിച്ചു കൊടുക്കലും അല്ല. ഓക്കെ, തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇന്നതാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇന്നതാന്നല്ല. നമ്മൾ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുപ്പിക്കാൻ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും ദഅവയാണ്. അധികം ആളുകൾക്കും അവരുടെ പ്രശ്നം റബ്ബിന്റെ അടുത്ത് പറഞ്ഞാൽ സൊല്യൂഷൻ ആവുമെന്ന് അറിയുന്നുണ്ടാവില്ല. എല്ലാ ആൾക്കാരുടെയും പ്രശ്നം പ്രശ്നം ഒന്ന് കേട്ടു കൊടുക്കുകയും അല്ലെ അവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടുകൊടുക്കുകയാണ്. അത് ഇപ്പം ഇത്രയധികം കൗൺസിലേഴ്സും സൈക്കോളജിസ്റ്റുകളും ലൈഫ് കോച്ചസും ഒക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളുടെ വീട്ടിനകത്ത് സുബ്ഹാനല്ലാഹ് നമുക്കിതൊന്നും
ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, മറ്റുള്ളവരുടെ പ്രശ്നം കേട്ടുകൊടുത്ത് ശരിക്കും അത് കേട്ടിരുന്ന് അതിനുള്ള പരിഹാരം എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഏറ്റവും വേണ്ട പരിഹാരം അവിടെ നിൽക്കട്ടെ, കേട്ടുകൊടുക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് ഇത്രയും അധികം ഇന്നത്തെ ലോകത്ത് ഫിസിക്കൽ ഡോക്ടേഴ്സിനേക്കാളും കൂടുതലാണ് ഇപ്പം മെന്റൽ ട്രീറ്റ്മെന്റുകൾ അല്ലെ. അത് എല്ലാ രീതിയിലും ഇസ്ലാമികമായിട്ടും അല്ലാണ്ടും ഒക്കെ. നമ്മൾ തന്നെ ചോദിച്ചു നോക്കും, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം പുറത്തുള്ള ഒരാൾ, അത് ഏത് രീതിയിലുള്ള ആളാണെങ്കിലും, കൗൺസിലേഴ്സ് ആണെങ്കിലും ഇസ്ലാമിക് സ്കോളേഴ്സ് ആണെങ്കിലും എന്ത് ആൾക്കാരാണെങ്കിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിനകത്ത് നമ്മൾ അവരെ പ്രശ്നം കേൾക്കാൻ വേണ്ടിയിട്ട്, അവരെ ചിന്തകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ക്ഷമയോട് കൂട്ടി ഇരിക്കാറാണോ പതിവ്, അല്ലെങ്കിൽ അതിനെ വയലന്റായി അവരെ അറ്റാക്ക് ചെയ്യാണോ പതിവ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കലാണോ പതിവ്? നമ്മൾ ഒരു പ്രശ്നത്തില് നമ്മളെ തന്നെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ, മറ്റുള്ളവരുടെ ഫീലിങ്സിനെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അതെന്താന്ന് ശരിക്കും മനസ്സിലാക്കാതെ, ഇപ്പൊ നമ്മളെ മക്കളൊക്കെ പല പ്രശ്നങ്ങളുമാണ്, നമുക്ക് ഓരോ പ്രായത്തിനനുസരിച്ച് പല 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 പ്രശ്നങ്ങളാണ് അല്ലെ. അപ്പൊ പ്രശ്നം എന്താണ്, എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാതെ ഉടനടി നമ്മൾ അതിന്റെ സൊല്യൂഷൻ, കാരണം പല പ്രശ്നങ്ങൾക്കും ഒരു സൊസൈറ്റിക്ക് ഒരു റെഡിമെയ്ഡ് സൊല്യൂഷൻ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. പല പ്രശ്നങ്ങൾക്കും ഇന്നത്തെ കാലത്തെ പ്രത്യേകിച്ച് പല 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 പ്രശ്നങ്ങൾക്കും സൊസൈറ്റിക്കുള്ള ഒരു റെഡിമെയ്ഡ്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം കണ്ട് വളർന്നിട്ടില്ല, അല്ലെങ്കിൽ ദീനിപരമാണെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ചില സൊല്യൂഷൻസ് ഉണ്ടാവും അല്ലെ. ചില കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുന്നത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ പോകുന്നതാണെങ്കിൽ അവരെ പിന്നെ ആ സ്ഥലത്തേക്ക് പറഞ്ഞയക്കാതിരിക്കുക എന്നൊക്കെ ഉള്ള അതുപോലത്തെ ഒരു ജനറൽ സൊല്യൂഷൻ എല്ലാ പ്രശ്നങ്ങൾക്കും ഉണ്ട്. അപ്പൊ നമ്മളെ പ്രശ്നം കാണുമ്പം അല്ലെങ്കിൽ അറിയുമ്പം ആ പ്രശ്നം എന്താണ്, എന്തുകൊണ്ടാണ് എന്ന് ശരിക്കും ക്ഷമാപൂർവ്വം ചിന്തിച്ചും മനസ്സിലാക്കിയും സംസാരിച്ചും വീണ്ടും വീണ്ടും സംസാരിച്ചും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ മുമ്പ് ആ പ്രശ്നത്തിനെ കുറിച്ച് ബേജാറായി നമ്മളുടേതായ സൊല്യൂഷൻ അതിനെ എടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണോ നമ്മൾ? അതോ നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് അല്ലെ ആ പ്രശ്നം ഫേസ് ചെയ്യുന്ന ആളുകളുമായിട്ട് കുറെ നേരം സംസാരിച്ച് അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ച് അവർ കൂടെ ഇരുന്ന് അവർ പ്രശ്നത്തിന് പരിഹരിക്കാൻ വേണ്ടി അവർ പറയുന്ന സ്റ്റെപ്പുകൾ എടുക്കാൻ വേണ്ടി അവരെ സഹായിച്ചു. കാരണം മെജോറിറ്റി പ്രശ്നങ്ങൾക്കും പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റെപ്പും, ഞാൻ പലപ്പോഴും ഇവിടെ പലരും പ്രശ്നങ്ങൾ വന്ന് പറയുമ്പോൾ ഞാൻ ഓപ്പണായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഞാനിപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ 10% വർക്ക് ആവുള്ളൂ. ചിലപ്പോൾ അതൊരു പാച്ചപ്പ് പോലെ 2 ദിവസത്തേക്ക് വർക്ക് ആവും, 3-ാമത്തെ ദിവസം അത് വർക്ക് ആവില്ല. അത് സത്യ. നമുക്ക് എങ്ങനെയാ വേറെ മനുഷ്യന്മാരുടെ ഉള്ളും പുറവും അവരുടെ വർഷങ്ങളായിട്ട് അവർ ജീവിച്ച പ്രശ്നങ്ങളും അവരുടെ എക്സ്പീരിയൻസും അവരുടെ വികാരങ്ങളൊക്കെ ഒരു സാധാരണ മനുഷ്യരെ നമുക്ക് എങ്ങനെ അറിയാം? അത് അറിയുന്നവൻ റബ്ബ് തന്നെയുള്ളൂ. സുബ്ഹാനല്ലാഹ്. റബ്ബിന് ഇട്ട് കൊടുക്കാൻ പറ്റും അവരുടെ ഹൃദയത്തിലെ സൊല്യൂഷൻസ്. ഞാൻ പലരിടത്തും അത് ഓപ്പൺ ആയിട്ട് പറയാറുണ്ട്, എനിക്ക് ഞാൻ പറഞ്ഞിരുന്ന പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മളെ വീട്ടിൽ തന്നെ ഒരാൾക്ക് പ്രശ്നം ഉണ്ടാവും, അവരുടെ അടുത്തുനിന്ന് വരുന്ന സൊല്യൂഷൻസ് ഉണ്ടാവും. അതിന് നിനക്ക് എന്ത് ഹെൽപ്പാണ് ഞാൻ വേണ്ടത് മോളെ, അല്ലെങ്കിൽ മോനെ, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പാണ് നിങ്ങൾക്ക് ആ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടത്, നിങ്ങൾ പറയും, ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പോൾ പലരും ഭർത്താക്കന്മാരുടെ ഹിദായത്തില്ലായ്മയെ കുറിച്ച് ഭയങ്കര ഘോരം വന്ന് പറയാറുണ്ടാക്കാറൊക്കെ ഉണ്ട്. അവരെന്തൊക്കെയോ സുബ്ഹാനല്ലാഹ്, അവർക്ക് മദീനിലേക്ക് അടുക്കാതിരിക്കാനുള്ള പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ തന്നെയായിരിക്കും അതിനുള്ള കാരണം. കാരണം ദീൻ സമാധാനമാണ്, സന്തോഷമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആ സംഭവം അവർക്ക് നമ്മളെ അടുത്തുനിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അവര് കാണുന്ന നടക്കുന്ന ദീനാണ് നമ്മള്. അത് അവർക്ക് കൺവിൻസിങ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ദീനിലേക്ക് അടുക്കാതിരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെയാണ്? ഞാനാണ് തീരുമാനം എടുത്തിട്ട് അങ്ങോട്ട് നടപ്പിലാക്കലാണോ? എന്നിട്ട് എത്ര കാലം കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആയില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണോ നമ്മൾ? ഈ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ നടന്നില്ല, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിന് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണോ എന്ന് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. ഞാൻ പറ്റുമെങ്കിൽ ഇത് ഗ്രൂപ്പിലിടാം. ഓക്കെ, നിങ്ങൾ ചിന്തിച്ചു നോക്കാം, ഓരോരുത്തരും ചിന്തിച്ചു നോക്കാം. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിന്റെ സൈഡ് നോട്ടായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സൈലൻസ് ആൻഡ് സബ്മിഷൻ അല്ലെ, മിണ്ടാതിരുന്ന് കീഴൊതുങ്ങി, അത് ഇസ്ലാമികവും ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന സബറും ജമീലും ആണെന്നും അവകാശപ്പെടുന്ന ഒരു വലിയൊരു അല്ലെ, നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു മിഥ്യ, അല്ലെങ്കിൽ കുറേ നാൾ ജീവിച്ച് തീർത്ത വലിയൊരു മിഥ്യ. സുബ്ഹാനല്ലാഹ്. മിഥ്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാലോ അല്ലെ. എന്താ പറയാ,
അതന്നെ. ഓക്കെ, അതാണ് ഇത്. നമ്മൾ മിണ്ടാതിരിക്കുന്നതും കീഴൊതുങ്ങുന്നതും അത് ഇസ്ലാമിന് വേണ്ടിയിട്ടാണ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, ക്ഷമയുടെ ഭാഗമാണ് എന്ന് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു സംഭവം. സുബ്ഹാനല്ലാഹ്. അതിനെക്കുറിച്ച് 2 വാക്ക് ഞാനൊന്ന് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു മിസ്കോൺസെപ്ഷൻ ആണ്. പ്ലസ് അത് ആക്ഷൻ എടുക്കുന്നതിൽ നിന്നും, സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആക്ഷൻ എടുക്കുന്നതിൽ നിന്നുള്ള ഒരു എസ്കേപ്പിസവും കൂടി ആണ്. ഓക്കെ, അപ്പം നമ്മൾ പലപ്പോഴും ഇതിനെ ആർഗ്യൂ ചെയ്യും, ഇത് ഇസ്ലാമികമാണ്, അല്ലെ, ക്ഷമയാണ്, വിട്ടുകൊടുക്കലാണ് ഏറ്റവും ബെസ്റ്റ്. ശരിയാണ്, വിട്ടുകൊടുക്കൽ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ അതിന് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, എപ്പോഴാണ് എങ്ങനെയാണ് വിട്ടുകൊടുക്കേണ്ടതെന്ന്. ശരിയാണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിട്ടുകൊടുക്കലാണ് ബെസ്റ്റ്. അതായത് നമ്മൾ ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാൻ പറ്റുന്ന, നമ്മൾ അതിന് 1-2 ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഫിസാസിന്റെ കൊലപാതകത്തിന്റെ കേസിൽ ഒരാളെ നമ്മൾ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ തിരിച്ച് കൊല്ലലാണ് നിയമം. പക്ഷെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം അല്ലെ. തൊലാഖിന്റെ കേസിൽ കുറേ റീസൺസ് വെച്ചിട്ട് നമുക്ക് തൊലാഖും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശരിക്കും ഇബാദത്ത് തന്നെയാണ്. പക്ഷെ അവിടെ നമുക്ക് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ അവിടെയും ഏറ്റവും ഉത്തമം അത് തന്നെയാണ്. അതുകൊണ്ട് വിട്ടുകൊടുക്കൽ തന്നെയാണ് ഏറ്റവും ഉത്തമം. ഓക്കെ, പക്ഷെ വിട്ടു കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമാണെങ്കിൽ, നമ്മളിപ്പോ ഈ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിലും ഇന്ന് ഇത്രയും നേരം പറഞ്ഞ ഒരു കാര്യവും ഈ പറഞ്ഞ ആളുകൾക്ക് ബാധകമേ അല്ല. ഓക്കെ, വിട്ടുകൊടുക്കലാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇത് ബാധകമേ അല്ല. പക്ഷെ എന്നിട്ടും ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് സെൻസ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഫിറ്റ് ഇൻ ചെയ്യുന്നത് എന്ന് നമുക്ക് തിരിച്ച് നമ്മുടെ കോൺഫ്ലിക്ട്സിന്റെ അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ സോഴ്സസിലേക്ക് പോവാം. നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പ്രശ്നത്തിന്റെ സോഴ്സസ് പറഞ്ഞപ്പോൾ, ഒന്ന് ഒപ്പീനിയൻസ് വേരി, ഉറപ്പായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴേ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ മാറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സിൽ അല്ലറ ചില്ലറ ചില്ലി കാര്യങ്ങളൊന്നും നമ്മൾ വലിയ ആൾക്കാർ പ്രത്യേകിച്ച് കോൺഫ്ലിക്ട്സിന് പോലെ. 3, ഇമോഷൻസ് റൺ സ്ട്രോങ്ലി. ആ ഒരു പ്രശ്നം നമ്മളെ അസ്ഥിക്ക് പിടിച്ചിട്ടുണ്ട്, നമ്മൾ ഞരമ്പിന് പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഇസ്ലാമികമായ സബ്റും ജമീലും കീഴൊതുങ്ങലും ഒക്കെ പറയുമ്പം സുബ്ഹാനല്ലാഹ്, നമ്മള് ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങൾ വ്യത്യാസമായാലും ഇമ്പോർട്ടൻറ്റ് മാറ്റർ ആയാലും നമ്മുടെ ഇമോഷൻസ് സ്ട്രോങ് ആവില്ല. കാരണം യഥാർത്ഥ ഇസ്ലാം അല്ലെങ്കിൽ യഥാർത്ഥ തൗഹീദ് മനസ്സിലായ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന, അതിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക്, അവർക്ക് മെജോറിറ്റി ഇമോഷൻസിനെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം അവര് എന്ത് മനസ്സിലാക്കിയ ആൾക്കാരാണ്? അള്ളാഹുവും അള്ളാഹുവിനുള്ള ഉബൂദിയത്തുമാണ് ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും മേലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അത്തരത്തിലുള്ള എന്തൊരു ഇമ്പോർട്ടൻറ്റ് മാറ്ററും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളും അവരെ മുമ്പിൽ വന്നാലും അവരുടെ ഇമോഷൻസ് ഒരു പരിധി വിട്ട് സ്ട്രോങ് ആവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമോഷണൽ എന്ന് പറയുന്നത് അള്ളയും അള്ളാന്റെ ഇബാദത്തും അല്ലെങ്കിൽ അള്ളാന്റെ അടിമത്തവുമായിട്ട്, അള്ളാന്റെ അനുസരണയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലെന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് അവരെ ഇമോഷൻസിനെ ബാധിക്കുള്ളൂ. അവർക്ക് അതികഠിനമായ വിഷമം വരിക, അതികഠിനമായ ദേഷ്യം വരിക, അതികഠിനമായ വെറുപ്പ് വരിക ഒക്കെ എപ്പോഴാണെന്നറിയോ? ഈ അള്ളാഹും അള്ളാന്റെ ഇബാദത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ ഒരു അകൽച്ചയോ ഒരു പ്രശ്നമോ വന്നാൽ മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. വേറൊന്നും അവരെ ഇമോഷണലി ഒരു പരിധി കൂടുതൽ ബാധിക്കൂല. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഈ ഇസ്ലാമിന്റെ പേരിലുള്ള സബറും ജമീൽ കൊണ്ടാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നത്, ഈ പ്രശ്നത്തിൽ കീഴൊതുങ്ങി കൊടുക്കുന്നത്, വിട്ടുകൊടുക്കുന്നത് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ആ ഓരോ പ്രശ്നവും എടുത്തിട്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം, ആ കാര്യത്തിൽ എൻ്റെ ഇമോഷൻസ് സ്ട്രോങ് ആണോ? അതെന്റെ ഞരമ്പിന് പിടിച്ചിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് അതെന്നെ പിടിച്ചു കുലുക്കുന്നുണ്ടോ? എന്നെ വിഷമിപ്പിക്കുന്നുണ്ടോ? ഒറ്റ വാക്കി പറഞ്ഞാൽ ഖുർആന്റെ മുമ്പിൽ വരുമ്പോഴും അല്ലെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ നമസ്കാരത്തിലേക്ക് വരുമ്പോഴും അത് നമ്മളെ ചിന്തകളെ കീഴടക്കി ഭരിക്കുന്നുണ്ടോ എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഈ സ്റ്റെപ്പിൽ ഇസ്ലാമികമായ സബ്റും ജമീലിന്റെ സ്റ്റെപ്പ്, ആ ഒരു ഏണിയിൽ ഇനിയും പടികൾ കയറാനുണ്ട്. തൗഹീദിന്റെ ഏണിയിൽ ഇനിയും പടികൾ കയറാനുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കോൺഫ്ലിക്ട് മാനേജ്മെന്റിൽ പെടുന്ന ആളുകൾ തന്നെയാണ്, അതിന്റെ സ്റ്റെപ്പുകളെ കുറിച്ച് ചിന്തിക്കേണ്ട ആൾക്കാർ തന്നെയാണ്. ഇപ്പൊ ഓക്കെ, നാളെ നമുക്ക് കയറാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, നാളെ നമുക്ക് കയറാം. നാളെ നമുക്ക് തൗഹീദിന്റെ ആളുകളായി കഴിഞ്ഞാൽ അള്ളാഹിനെക്കാളും മേലെ ഈ പറഞ്ഞ ഒന്നും നമുക്കൊരു വിഷയമല്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ അൽഹംദുലില്ലാഹ്, ഇത്രയും നമുക്ക് പ്രതിഫലം ഉണ്ടാക്കാൻ പറ്റുന്ന, നമ്മളെ തന്നെ അള്ളാഹിന്റെ മുമ്പിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, നമ്മളെ തന്നെ ക്ഷമ എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത പ്രതിഫലമുള്ള ഒരു കാര്യം അല്ലെ, അത് നേടാൻ പറ്റുന്ന വേറൊരു അവസരം നമുക്കില്ല. സുബ്ഹാനല്ലാഹ്.
ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ അല്ലെ അഭിപ്രായ വ്യത്യാസം, ആ അഭിപ്രായ വ്യത്യാസം നമ്മളെ ജീവിതത്തിനെ ബാധിക്കുന്ന അഭിപ്രായ വ്യത്യാസം ആവുകയാണ്. പക്ഷെ നമുക്ക് അത് നമ്മളെ ഒരിക്കലും തളർത്തുന്നില്ല, നമ്മളെ ബാധിക്കുന്നില്ല, നമ്മളെ ഇബാദത്തിനെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അതിനെ നല്ല രീതിയിൽ അങ്ങ് പ്രയോജനപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോവാം. അല്ല നമ്മൾ അത് എമോഷൻസിനെ ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റിലേക്ക് കൈയും കാലും ഒക്കെ എടുത്ത് വെക്കുക തന്നെ വേണം. ഓക്കെ, ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റും കൂടെ ഈ കാര്യത്തിൽ പറയാം. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര സബ്മിസീവ് ആണ്, കീഴൊതുങ്ങലാണ്, ഭയങ്കര ക്ഷമയാണ്, നമ്മളൊന്നും എതിർത്ത് പറയില്ല, എല്ലാം വിട്ടുകൊടുക്കുകയും ചെയ്യും. പക്ഷെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഇത് വലിയ ക്ഷമയൊന്നുമല്ല, ഇതൊരു തരത്തിലുള്ള സഹനമാണ്. ഹാപ്പൻസ് റൈറ്റ്, കുറെ ആളുകൾക്കെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ടായിരിക്കും. ഇതൊരു കീഴൊതുങ്ങലാണ്, അല്ലെങ്കിൽ ധൈര്യമില്ലായ്മയുടെ പുറത്തുള്ള ഒരു സൈലൻസ് ആണ്. ഇൻഫാക്ട് നമ്മൾ എന്തിനെയോ ആരെയോ അള്ളാഹുവിന്റെ മേലെ ഭയപ്പെടുന്നത് കൊണ്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഷിർക്ക് കൊണ്ടുള്ള ഒരു സൈലൻസ് ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഈ കീഴൊതുങ്ങൽ, ഈ നിശബ്ദത, അത് നേരത്തെ പറഞ്ഞ സബറും ജമീലും ഒന്നുമല്ല, ഈ സംഭവം കൊണ്ടാണെന്ന് അറിയുന്ന കുറെ ആളുകളുണ്ടാവും അല്ലെ. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ടു തരത്തിലാവാം ക്ഷമയും സൈലൻസും കീഴൊതുങ്ങലും. ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു തൗഹീദിന്റെ ലെവലിൽ എത്തിയിട്ട് അള്ളാഹിന്റെ ഇബാദത്തിനെയും ബാധിക്കുന്നതല്ലാത്ത ഒരു കാര്യം എൻ്റെ അസ്ഥിക്ക് പിടിക്കൂല എന്ന് പറഞ്ഞ ആളുകൾക്ക് അൽഹംദുലില്ലാ മാഷാഅല്ലാ ഗ്രേറ്റ്. രണ്ടാമത്തത്, ഞാൻ ക്ഷമ കാണിക്കുന്നുണ്ട്, സൈലൻസും കീഴൊതുങ്ങലും കാണിക്കുന്നുണ്ട്, പക്ഷെ എനിക്കറിയാം ഇത് എൻ്റെ സബറും ജമീലും ഒന്നുമല്ല, ഞാൻ ഭയങ്കരമായിട്ട് സഹിക്കുകയാണ്, വെറുക്കുകയാണ്, ഉള്ളിൽ ശപിച്ചുകൊണ്ട് സഹിക്കുകയാണെന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ചെറിയ തോതിലല്ലെങ്കിലും ലൈക്ക് ചെറിയ തോതിലല്ല, സത്യം പറയുകയാണെങ്കിൽ അത് തൗഹീദൽ ഇബാദയിലെ അല്ലെങ്കിൽ മേജർ ഷിർക്കുകളിൽ പെട്ട ഒരു വിഭാഗമാണ് അള്ളാഹുവിന്റെ മേലെ വേറെ എന്തിനെങ്കിലും ആരെങ്കിലും ഭയപ്പെടുക എന്നുള്ളത്. ഓക്കെ, മേജർ ഷിർക്കിൽ തന്നെ പെട്ട ഒരു കാര്യമാണ് തൗഹീദൽ ഇബാദയിലുള്ള. പക്ഷെ നമ്മൾ ഇങ്ങനെ ക്ഷമിക്കുമ്പം ഒരു കവറായിട്ട് അല്ലെ, നമ്മളെ പുറമേക്കുള്ള അല്ലെങ്കിൽ നമ്മളെ തന്നെ ന്യായീകരിക്കാനുള്ള ഒരു കവറായിട്ട് എന്തിനു ഉപയോഗിക്കും? ക്ഷമയെയും വിട്ടുകൊടുക്കലിനെയും അല്ലേ, അതാണ് നല്ലത്, അതാണ് ബെസ്റ്റ് എന്ന് നമ്മൾ പറയും. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഉണ്ടല്ലോ, നമ്മൾ ഫോർ ദ റൈറ്റ് റീസൺ, ശരിയായ റീസണിനല്ല നമ്മൾ ക്ഷമ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബറും ജമീൽ അല്ല എന്നുണ്ടെങ്കിൽ, തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെ, അള്ളാഹ് അല്ലാത്തതൊന്നും എൻ്റെ അസ്ഥിക്ക് പിടിക്കാത്തത് കൊണ്ട് ഉള്ള ക്ഷമയല്ല നമ്മൾ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ക്ഷമയാണ് നമ്മൾ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ, ശരിക്കും നമ്മൾ മെജോറിറ്റി ഓഫ് ദ മുസ്ലിംസും മുഅ്മിൻ അവകാശപ്പെടുന്ന നമ്മൾ വീഴുന്ന ഒരു ട്രാപ്പാണ്. നമ്മൾ പറയും നമുക്ക് നമ്മളെ കുടുംബത്തിനെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ അവരുടെ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, സുബ്ഹാനല്ലാഹ്. പക്ഷെ ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മളെ ഞരമ്പിനെ പിടിക്കുന്നത് ലേക്ക് എത്തുമ്പം നമ്മൾ ഭയങ്കര സെൽഫിഷും, അവിടെ നമ്മൾ ദാവയും മറന്നുപോകും, നമ്മൾ വീടുകളിലുള്ള അധ്യാപകരാണെന്നും മറന്നുപോകും, എല്ലാം നമുക്ക് മറന്നുപോകും. ഞാൻ അതിനെ കുറച്ചും കൂടെ വൃത്തിയായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളെ മക്കള് നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ, ഉമ്മ ഭയങ്കര സൈലന്റ് ആണ്, ഉമ്മ ഭയങ്കര സബ്മിഷൻ, ഭയങ്കര കീഴൊതുങ്ങലാണ്. എന്നിട്ട് നമ്മൾ അവരോട് പറയുകയും ചെയ്യും, മക്കളെ വിട്ടുകൊടുക്കുന്ന നല്ലത്, ക്ഷമയാ നല്ല, അള്ളാഹ്ക്കാണ് അത് ഇഷ്ടം, അള്ളാഹ്ക്ക് അതാ ഇഷ്ടം എന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ മക്കൾക്ക് എല്ലാം മനസ്സിലായി, എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ കുട്ടി ശരിക്കും എല്ലാം പഠിച്ച്, ഞാൻ അതാ എൻ്റെ മോക്ക് പറഞ്ഞു കൊടുത്തത്, ഞാൻ അതാ കാണിച്ച്, ഞാൻ ഉണ്ടല്ലോ ആരോടും ഒന്നും പറയൂല, എന്നിട്ട് മക്കൾക്കും പറഞ്ഞു കൊടുക്കൂ എന്താണ് ക്ഷമയാ മക്കളെ നല്ലത്, വിട്ടുകൊടുക്കുന്ന മക്കളെ. അതുകൊണ്ട് എൻ്റെ മക്കളുണ്ടല്ലോ, ഈ മക്കളുണ്ടല്ലോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഒരു 10-30 കൊല്ലം വേണം കേട്ടോ. ഈ മക്കളുണ്ടല്ലോ അങ്ങനെയാണെന്ന് പറയുന്നത് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയത് ഒരു 35 വയസ്സിലെങ്കിലും എത്തണം. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഉണ്ടല്ലോ, നമ്മൾ മക്കളോട് ഇത് പറഞ്ഞു കൊടുത്താലും ഇത് കാണിച്ചു കൊടുത്താലും നമ്മളെ മക്കളുണ്ടല്ലോ, അത് ഏത് ജനറേഷനിലുള്ള മക്കളാണെങ്കിലും അവർ നമ്മളെ ആ ഒരു കാണിച്ചു തരുന്നതും പറഞ്ഞു തരുന്ന നിമിഷത്തിലല്ല കാണുന്നത്, അവർ നമ്മളെ വാച്ച് ചെയ്യും. അവര് നമ്മൾ ഈ കാണിക്കുന്ന കീഴൊതുങ്ങളുടെയും ക്ഷമയുടെയും റിസൾട്ടുകൾ വാച്ച് ചെയ്യും. അവർ നമ്മളുടെ വേദനകൾ വാച്ച് ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അവർ നമ്മളുടെ നിരാശകൾ, ഫ്രസ്ട്രേഷൻസ്, നമ്മളുടെ കണ്ണുനീരുകൾ അവർ വാച്ച് ചെയ്യുന്നുണ്ട്. ഇല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും ഇവിടെ? നമ്മളെ മക്കള് നമ്മൾ എന്നിട്ട് ഈ ക്ഷമയുടെയും ഈ കീഴൊതുങ്ങളുടെയൊക്കെ അവസാനം നമ്മൾ വരുത്തുന്ന പൊട്ടിത്തെറികളും നമ്മളുടെ മക്കള് വാച്ച് ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അവര് വിഡ്ഢികളൊന്നല്ല. നമ്മൾ ഒരു ഡയലോഗ് അടിച്ചുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ക്ഷമയാണ് മക്കളെ നല്ലത്, കീഴൊതുങ്ങലാണ് മക്കളെ നല്ലതെന്ന് അത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ മാത്രമുള്ള വിഡ്ഢികളല്ല ഓരോ ജനറേഷനിലെയും മക്കൾ നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആണ്. അടുത്ത ജനറേഷൻ അതിനേക്കാളും അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ പോലും നമ്മുടെ പാരന്റ്സിനേക്കാളും അഡ്വാൻസ്ഡ് ആണ്. അൽഹംദുലില്ലാഹ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ഇത് പറഞ്ഞും കൊടുത്ത് കാണിച്ചും കൊടുത്ത് എൻ്റെ മക്കൾ അങ്ങനെയാന്ന് പറയുന്ന വിഡ്ഢിത്തത്തിൽ നിന്ന് മാറി നിൽക്കാം. അവര് നമ്മളെ വാച്ച് ചെയ്തു. ഓക്കെ, അവര് തീരുമാനിക്കും ഉള്ളില്, ഞാൻ വലുതായി കഴിഞ്ഞ
ഞാൻ ചോദ്യം ചെയ്യും, എല്ലാത്തിനെയും ഞാൻ ചോദ്യം ചെയ്യും. ഒന്നിനെ ഞാൻ വിട്ടുകൊടുക്കൂല. ചില സമയത്ത് അവർ അത് വയലൻസിലേക്ക് പോകുന്ന ലെവലിൽ ചോദ്യം ചെയ്യുന്ന അവർ തീരുമാനിക്കുകയും ചെയ്യും, അവർ ചെയ്യുകയും ചെയ്യും. ചെയ്യുന്നുമുണ്ട്, നമ്മൾ കാണുന്നുമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇല്ലാന്ന് പറയാൻ പറ്റുമോ? കാരണം എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് നമ്മൾ ഈ പറഞ്ഞ സൈലൻസിന്റെ, നമ്മൾ ഈ പറഞ്ഞ കീഴൊതുങ്ങലിന്റെ ലോജിക് ഉണ്ടല്ലോ, അതാ നല്ലതെന്ന് പറഞ്ഞതിന്റെ ലോജിക്ക് അവർക്ക് പിടികിട്ടിയിട്ടില്ല. കാരണം നല്ലതാന്ന് പറയണമെങ്കിൽ അതിന്റെ ഒരു നല്ല റിസൾട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവണം. കാരണം നമ്മൾ പേഷ്യന്റ് ആയത്, നമ്മൾ സൈലന്റ് ആയത് നോട്ട് ഫോർ ദ റൈറ്റ് റീസൺ. തൗഹീദിന്റെ പേരിലോ അള്ളാഹ്ക്ക് കീഴൊതുങ്ങലിന്റെ പേരിലോ സബ്റുൻ ജമീലിന്റെ പേരിലോ അല്ല നമ്മൾ സൈലൻസ് കാണിച്ചത്, നമ്മൾ കീഴൊതുങ്ങി കാണിച്ചു കൊടുത്തത്. അപ്പൊ അവർക്ക് നമ്മൾ ഈ പറഞ്ഞ ലോജിക്ക് അവർക്ക് പിടികിട്ടിയിട്ടില്ല. കാരണം അള്ളാഹ്ക്ക് വേണ്ടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കീഴൊതുങ്ങി കൊടുത്താലും ഈ സൈലൻസ് കാണിച്ചു കഴിഞ്ഞാലും നമ്മളെ അടുത്തൊന്നും അവർ കാണുന്നത് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉമ്മ അല്ലേ, നല്ല സന്തോഷമാണ് ഉമ്മാനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ. ഉമ്മാന്റെ കണ്ണുനീര്, അതായത് അള്ളാഹുമായിട്ട് ആകുന്നതിന്റെ പേരിലല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവർക്ക് നമ്മൾ കാണിച്ച ആ പേഷ്യൻസും ആ സൈലൻസും ആ സബ്റും ജമീലും ഒക്കെ ലോജിക്കലായിട്ട് തോന്നും. ഇപ്പൊ അവർക്ക് മനസ്സിലായി. കാരണം ഉമ്മ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഉമ്മ പൊട്ടിക്കരയുന്നു, പൊട്ടിത്തെറിക്കുന്നു, ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, മനസ്സിൽ അവരെ കുറിച്ച് വെറുക്കുന്നു, എന്നിട്ട് ഉമ്മ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് അഭിനയിക്കുകയാണ്. അപ്പം ഡെഫിനറ്റ്ലി അത് അള്ളാഹ്ക്ക് വേണ്ടിയല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മളെ മക്കൾക്കുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതിന്റെ റിവേഴ്സും സംഭവിക്കും കേട്ടോ. കാരണം ചില വീടുകളിലും പേരൻസ് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും, വയലന്റ് ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പൂരം ചീത്ത പറച്ചില്, അങ്ങോട്ടും വിട്ടുകൊടുക്കില്ല ഇങ്ങോട്ടും വിട്ടുകൊടുക്കില്ല, വീട്ടിൽ എപ്പോഴും സമാധാനം ഇല്ലാത്ത അന്തരീക്ഷം. ആ മക്കൾ വിചാരിക്കും എനിക്ക് കുറച്ചൊരു സമാധാനം വേണം, ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഭർത്താവിനോട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയോട് ഇങ്ങനത്തത് ഒന്നും പറയില്ല, ഞാൻ ഭയങ്കര സൈലന്റ് ആൻഡ് സബ്മിസീവ് ആയിരിക്കും. ഇവര് സൈലന്റ് ആൻഡ് സബ്മിസീവ് ആയിട്ട് ഇവരെന്ത് ചെയ്യും, ഒരു സമയമാകുമ്പോൾ പൊട്ടിത്തെറിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ അസർട്ടീവ് ആയിട്ടുള്ള പാത്ത് ഉണ്ടല്ലോ, ഇൻ ബിറ്റ്വീൻ ഉള്ള, സുബ്ഹാനല്ലാഹ്, അത് നിർബന്ധമാണ്. എന്തല്ലെങ്കിൽ നമ്മൾ ശരിക്കുള്ള സബ്റുൻ ജമീലിന്റെ ആൾക്കാരല്ലെങ്കിൽ. ഓക്കെ, നമ്മൾ ശരിക്കുള്ള സബ്റുൻ ജമീലിന്റെ ആൾക്കാരാണെങ്കിലുണ്ടല്ലോ, ശരിക്കും മക്കൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല. ഇത് എന്തുകൊണ്ടാ ഉമ്മ സബ്ർ കാണിക്കുന്നത്, എന്തുകൊണ്ടാ ഉമ്മ കീഴൊതുങ്ങുന്നത്, എന്തുകൊണ്ടാണ് ഉമ്മ അവരുടെ മറുത്തു പറയാത്ത അല്ലെങ്കിൽ ആ സംസാരിക്കാത്തതെന്ന്. കാരണം അത് നമ്മളെ റിയൽ പേഷ്യൻസ് ആണെങ്കിൽ അതിന്റെ ബ്യൂട്ടി ആ വീടുകളിൽ ആ ഉമ്മയിൽ എന്നെന്നും ഉണ്ടാവും. വളരെ ചുരുക്കം ചില സമയങ്ങളിൽ പൊട്ടിത്തെറിക്കെങ്കിൽ പോലും ആ ഉമ്മ ആ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ടായിരിക്കും അതിന് മാപ്പ് ചോദിക്കുന്നതും അള്ളാന്റെ അടുത്തിട്ട് തൗബ ചെയ്യുന്നതും ഒക്കെ. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ സബ്റുൻ ജമീൽ കാണിക്കുമ്പോൾ ശരിക്കും നമ്മൾ മക്കൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക പോലും വേണ്ട, കോൺഫ്ലിക്റ്റിന്റെ ആവശ്യം അവിടെ ഉണ്ടാവുന്നില്ല. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ, റൈറ്റ് റീസൺ അല്ല നമ്മൾ സബർ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ, റൈറ്റ് റീസൺ അല്ല നമ്മൾ എന്താ പറയുന്ന കീഴൊതുങ്ങുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ കുട്ടികൾക്ക് അസർട്ടീവ് പാത്ത് കാണിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം, നമ്മൾ ചെയ്യണം. എങ്കിൽ അവര് ഈ എക്സ്ട്രീമും ആ എക്സ്ട്രീമും ആവുന്നതിൽ നിന്ന് രക്ഷപ്പെടും. നമുക്ക് അറിയാം ഇപ്പോഴത്തെ ജനറേഷനിലെ ഒട്ടുമിക്ക കുട്ടികളും, പ്രത്യേകിച്ച് പെൺകുട്ടികളും എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. കാരണം അവർ കണ്ട ഒരു മെജോറിറ്റി ഉമ്മമാരും അല്ലെങ്കിൽ അവരുടെ ഉമ്മമാരിൽ മെജോറിറ്റി ആളുകളും ഈ സൈലൻസും സബ്മിഷനും, അതായത് അള്ളാന്റെ പേരും പറഞ്ഞ് അള്ളാഹ്ക്കും വേണ്ടിയെന്നും പറഞ്ഞിട്ട് കീഴൊതുങ്ങി സഫർ ചെയ്ത് പൊട്ടിത്തെറിച്ച് കരഞ്ഞ് വിഷമിച്ച് ഇല്ലാണ്ടായതാണ്. അവർ തീരുമാനിക്കുക എനിക്ക് ഈ ജീവിതം വേണ്ട, ഒന്നെങ്കിൽ അവർ കല്യാണമേ വേണ്ട തീരുമാനിക്കുക, അല്ലെങ്കിൽ എല്ലാത്തിനും ചോദ്യം ചെയ്യാൻ അങ്ങോട്ട് തീരുമാനിച്ചു കളയും. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ഏത് പാത്താണ് എടുക്കുന്നതെങ്കിലും, ഇനി നമ്മൾ ഈ സൈലൻസ് ആണ് എടുക്കുന്നത്, അതായത് ശരിക്കുള്ള സബ്റുൻ ജമീൽ അല്ലാത്ത സൈലൻസ് ആണ് എടുക്കുന്നതെങ്കിൽ പോലും അവരെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ശരിക്കും ഇതെല്ലാം ശരിയെന്ന് അറിയാം, പക്ഷെ ഉമ്മക്ക് അതിനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടാ. നമ്മൾ പറയേണ്ട രീതിയിൽ ഭംഗിയായിട്ട് പറയണം. സുബ്ഹാനല്ലാഹ്. ഓക്കെ, പറയേണ്ട രീതിയിൽ ഭംഗിയായിട്ട് പറയണം. അതിനുള്ള ഹിക്മത്ത് നമുക്ക് എവിടുന്നാ കിട്ടുക? അള്ളാന്റെ അടുത്ത് നിന്നാ കിട്ടുക. അപ്പൊ അള്ളാഹിലേക്ക് കുട്ടികളെ അടുപ്പിക്കുക. അവര് നാച്ചുറലി ആ ഹിക്മത്ത് ക്യാച്ചപ്പ് ചെയ്തോളും, പഠിച്ചോളും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അതെല്ലാവർക്കും എളുപ്പാക്കി തരട്ടെ. ആമീൻ. ഇനി ഇപ്പൊ നമ്മൾ അസർട്ടീവായിട്ട് സംസാരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അസർട്ടീവായിട്ട് സംസാരിക്കുമ്പം നമ്മൾ എടുക്കേണ്ട ചില സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു കോൺഫ്ലിക്ട് മാനേജ്മെന്റിലേക്ക് വരുമ്പം അസർട്ടീവായിട്ട് കാരണം നമുക്ക് ആർക്കും അറിയില്ല ഇപ്പോഴും എങ്ങനെയാണ് അസർട്ടീവായിട്ട് സംസാരിക്കുക എന്നുള്ളത്. ഓക്കെ, അതിന് നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ട ഒരു പോയിന്റാണ്. കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷെ ആദ്യം നമുക്കിത് പെർസെപ്ഷൻ. ഓക്കെ, പെർസെപ്ഷൻ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് അതിനെ സമയം ഉണ്ടാവുള്ളൂ എന്ന്, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവബോധം അല്ലെങ്കിൽ
ഉൾക്കാഴ്ച, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് എൻ്റെ പെർസെപ്ഷൻ ഇതാന്ന് പറയില്ലേ, ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, എൻ്റെ ചിന്ത ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ബോധം, ഞാൻ അതിനിങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അതിനാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഓരോരുത്തർക്കും അല്ലെ ഒരേ കാര്യത്തെക്കുറിച്ച് പല രീതിയിൽ ചിന്തിക്കുന്ന അല്ലെ പല പെർസെപ്ഷൻസ് ഉള്ള ആളുകളായിരിക്കും സുബ്ഹാനല്ലാഹ്. നമ്മളും വേറൊരാളും ഒരേ സാധനത്തിനെ കാണുന്നുണ്ടെങ്കിലും അല്ലെ ഒരേ സാധനത്തിനെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അവർ പെർസീവ് ചെയ്യുന്നത് വേറെ വേറെ രീതിയിലായിരിക്കും സുബ്ഹാനല്ലാഹ്. ഞാൻ എടുക്കുന്ന പോലെ ആയിരിക്കില്ല അവരെടുക്കുന്നത് അല്ലെ. നമ്മൾ പേഴ്സണാലിറ്റി ക്ലാസ് മുഴുവനും പഠിച്ചത് ഇതാണ് സുബ്ഹാനല്ലാഹ്. നമുക്ക് ഇതിനുള്ള ക്ലൂ കിട്ടിയിട്ടുണ്ട് അല്ലെ. ആളുകൾ വ്യത്യസ്തങ്ങളാണ്. അപ്പം നമ്മൾ ഇൻറ്റ്യൂട്ടീവും സെൻസിങ്ങും പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ പേഴ്സണാലിറ്റി ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും കേൾക്കണം കേട്ടോ, അപ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ ശരിക്കുള്ള ഒരു സെൻസ് കിട്ടുള്ളൂ. അപ്പം ഇൻറ്റ്യൂട്ടീവും സെൻസിങ്ങുമായിട്ടുള്ള പറഞ്ഞ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ആളുകൾ ഓരോ കാര്യത്തിനെയും കാണുന്നത് മനസ്സിലാക്കുന്നത്, നമ്മളൊരു പിക്ചറൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഇതിൽ നിന്ന് നിങ്ങൾ എന്താ കാണുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഒക്കെ ഡിഫറെന്റ് രീതികളിലാണ് അല്ലെ. മാത്രമല്ല ഇപ്പൊ ഒരാൾ കംപ്ലീറ്റ്ലി ഇൻറ്റ്യൂട്ടീവും കംപ്ലീറ്റ്ലി സെൻസിങ്ങും അല്ല, അതൊരു സ്പെക്ട്രമാണ് അല്ലെ. ഒരാൾ കൂടുതൽ ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും, വേറെ ആൾ കൂടുതൽ സെൻസിങ് ആയിരിക്കും. പക്ഷെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഇപ്പം 80% ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആളുകൾ 20% സെൻസിങ് ആയിരിക്കും. അതുപോലെ 70% സെൻസിങ് ആയിട്ടുള്ള ആളുകൾ 30% ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. അപ്പം ഓരോ പോയിന്റും വ്യത്യസ്തമാണ്. ഇത്ര ആൾക്കാർ ഈ ടൈപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്പർ ലൈൻ ഒക്കെ മാത്സിൽ പഠിച്ച ആളുകൾക്ക് അറിയാം, ഓരോ പോയിന്റും ഡിഫറെന്റ് ആണ്. അതുപോലെയാണ് ഈ ഒരു സ്പെക്ട്രം വരുന്നത്, ഇൻറ്റ്യൂട്ടീവിന്റെയും സെൻസിങ്ങിന്റെയും സ്പെക്ട്രം. ഓരോരുത്തരും ഇത്ര പെർസെന്റേജ് ഇൻറ്റ്യൂട്ടീവ്, ഇത്ര പെർസെന്റേജ് സെൻസിങ് എന്ന് പറയുമ്പോൾ വേറെ വേറെ രീതിയിലാണ് കാര്യങ്ങളെ കാണുന്നതും എടുക്കുന്നതും. അവരെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയാണോ കാണുന്നത്, ഓക്കെ, their perceptions are their reality. അവരുടെ സത്യം എന്ന് പറയുന്നത്, അവരുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതാണ്. അതിനനുസരിച്ചാണ് പെരുമാറുക, അതിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുക. നമ്മൾ ദീനിലേക്ക് വരുമ്പം, ദാവയിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും പല ആളുകളുടെ പല ഗ്രൂപ്പുകളുടെയും പേരുകൾ പറഞ്ഞ് അവരങ്ങനെയാണ്, ഞാൻ പേരുകളൊന്നും എടുത്തു പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്കറിയാം അവർ ആ ഗ്രൂപ്പ് ഓരങ്ങനല്ലേ, ഓരങ്ങനല്ലേ അല്ലെ. ഓരോ ഗ്രൂപ്പിനെയും പറഞ്ഞിട്ട്, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെർസെപ്ഷനാണ് അവരുടെ ദീൻ. അത് മാറ്റാന്നുള്ളത് ആക്ച്വലി നമ്മളുടെ ഉത്തരവാദിത്തമല്ല. അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് യാതൊരു അവകാശമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്രയും കാലം പഠിച്ചത്, മനസ്സിലാക്കിയത്, പ്രവർത്തിച്ചതാണ് അവരുടെ പെർസെപ്ഷൻ, അതാണ് അവരുടെ റിയാലിറ്റി. അവരതിനനുസരിച്ചേ പ്രവർത്തിക്കും. കുറ്റപ്പറയുന്ന നമ്മളാണ് ശരിക്കും വിഡ്ഢികൾ. ഓക്കെ, അപ്പം പെർസെപ്ഷൻസ് ഓരോരുത്തരതും വേറെ വേറെയാണ്. ഓരോ വ്യക്തികളും അവരുടെ പെർസെപ്ഷൻ അല്ലെങ്കിൽ അവരുടെ ധാരണയ്ക്കനുസരിച്ചാണ്, അവരുടെ ധാരണ അവരുടെ റിയാലിറ്റി, അതിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുക. ആൻഡ് എത്രത്തോളം നമ്മളുടെ പെർസെപ്ഷനും മറ്റുള്ളവരുടെ പെർസെപ്ഷനും മനസ്സിലാക്കുന്നോ അത്രത്തോളം ഭംഗിയായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഈ പറഞ്ഞ ഡയലോഗ്, അസേർട്ടീവ് ആയിട്ടുള്ള സംസാരം, ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റും. നമുക്ക് ആർക്കും ഇത് പറ്റാത്തത് എന്തുകൊണ്ടാണെന്നറിയോ, ഈ ഓരോ പോയിന്റിലും നമ്മൾ ഫെയിലിയർ ആയതുകൊണ്ടാണ്. ഇതിൽ ആദ്യത്തെ പോയിന്റ്, ഓരോരുത്തർക്കും വേറെ വേറെ പെർസെപ്ഷനാന്നുള്ളത് നമുക്കറിയില്ല അല്ലെ. ഞാൻ പറഞ്ഞത് ശരി, ഞാൻ പറഞ്ഞത് ശരി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. മക്കളെ പേരും എല്ലാവരുടെ പേരും നമ്മൾ അത് അടിച്ചേൽപ്പിച്ചത്. ഒരു പക്ഷേ പേഴ്സണാലിറ്റി ടൈപ്സ് കേട്ടപ്പം കുറേയൊക്കെ നമുക്കത് മാറിയിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ് അല്ലെ. ഓരോരുത്തർക്കും വേറെ വേറെ പെർസെപ്ഷനാണ്. 2, അവരുടെ പെർസെപ്ഷൻ അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ് അല്ലെ. അതായത് അവരുടെ പെർസെപ്ഷൻ അതാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് പ്രവർത്തിക്കേണ്ടത് നമ്മൾ പറയുന്ന പോലെയാണ് അവരെന്നല്ലേ. അത് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ എത്ര കാലമായി പറഞ്ഞു കൊടുക്കുന്നത്, എന്നിട്ടോൾ എടുക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവരതെടുക്കുക? അവരുടെ പെർസെപ്ഷൻ അവർക്ക് പഠിച്ചു വെച്ച് അവർ മനസ്സിലാക്കി വെച്ചത് മാറ്റാൻ പറ്റണം. നമുക്ക് അവരുടെ ചിന്തകൾ മാറ്റാൻ പറ്റണം, അവരുടെ റൂട്ടിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ പറ്റണം. അപ്പോഴേ നമുക്ക് അവരുടെ പ്രവർത്തനങ്ങൾ മാറ്റാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇനി മൂന്നാമത്തത്, നമ്മളെ തന്നെ നമുക്ക് മുഴുവൻ മനസ്സിലായിട്ടില്ല, ബാക്കിയുള്ളവരെയും നമുക്ക് മനസ്സിലായിട്ടുമില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുകയില്ല, മനസ്സിലാക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ഒരു അസേർട്ടീവ് സംസാരം കൊണ്ടുവന്നാൽ നമ്മൾ സക്സസ്ഫുൾ ആവാറില്ല. ഇപ്പൊ തന്നെ എനിക്കറിയാം, ഈ ക്ലാസ് കഴിയുമ്പോൾ കുറെ ആൾക്കാർ വന്ന് പറയും, ഞാൻ അങ്ങനെ പറഞ്ഞ് ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചിട്ട് മൂപ്പരെ എടുക്കുന്നില്ല. കാരണം ഈ പറഞ്ഞ മൂപ്പരെ നമുക്ക് മനസ്സിലായിട്ടില്ല, നമുക്ക് നമ്മളെയും മനസ്സിലായിട്ടില്ല. ഇത് മനസ്സിലാക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് നമുക്ക് അങ്ങനെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അസേർട്ടീവ് ആയിട്ടുള്ള സംസാരം നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിനുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മൾ പേഴ്സണാലിറ്റി ടൈപ്പിൽ അവിടെ എടുത്തു വെച്ചത്.
ഓക്കെ, ഓരോരുത്തരും വേറെ വേറെയാണെന്ന് മനസ്സിലാക്കുക. ഓരോരുത്തരും എന്താണോ അതാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു കുട്ടി തട്ടയിടാത്തത് കാണുമ്പോൾ പോലും നമ്മൾ ആ കുട്ടീനെ കുറ്റപ്പെടുത്തുന്നതിനേക്കാളും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇത് ശരിയായ രീതിയിൽ എൻ്റെ കുട്ടിയിലേക്ക്, അതായത് ഒരു തട്ടം ഇടുന്നതിന്റെ ഉദ്ദേശം ശരിയായ രീതിയിൽ എൻ്റെ കുട്ടിയിലേക്ക് എത്തിക്കുന്നതിൽ ഞാൻ ഫെയിലറാണ്. അവൾക്ക് കിട്ടിയ പെർസെപ്ഷൻ അവൾക്ക് പുറത്തുനിന്ന് കിട്ടിയ പല കാര്യങ്ങളിൽ നിന്നാണ്, ഞാനല്ലാത്ത പലതിൽ നിന്നുമാണ്. അതിനനുസരിച്ച് അവൾ പ്രവർത്തിക്കുന്നു നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവളുടെ പെർസെപ്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഹിക്മത്തിനെ കുറിച്ച് നമ്മൾ തേടും, അല്ലെ? നമുക്ക് അവളെ മനസ്സിലായി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഞാൻ എത്രയും പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ വിചാരം നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് മാറുകയാണ്. അങ്ങനെ മാറുകയാണെങ്കിൽ ശരിക്കും അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് സൂറത്തുൽ ബഖറ കഴിഞ്ഞ ആളുകളല്ലേ നമ്മൾ? എത്ര ഭംഗിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹിക്മത്തുകൾ കേട്ട ആൾക്കാരാണ് നമ്മൾ എത്ര മാറിയിട്ടുണ്ട്. അള്ള പറഞ്ഞിട്ട് നമുക്ക് മാറാൻ പറ്റുന്നില്ല, പിന്നെയല്ലേ നമ്മൾ പറഞ്ഞിട്ട് അവര് മാറുന്നത്? അള്ള പറഞ്ഞതൊക്കെയും ഹിക്മത്തോടു കൂടി നമ്മളെ ഹൃദയത്തിനെ ടച്ച് ചെയ്ത് നമ്മളെ ഹൃദയത്തിന് ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള അളവിലാണ് തന്നിട്ടുള്ളത്, അല്ലെ? എന്നിട്ട് നമുക്ക് ഇതുവരെ മാറാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ പറയും ഞാൻ പറഞ്ഞിട്ട് ഓള് മാറിയില്ല, ഓളെ നമുക്ക് മനസ്സിലായിട്ടില്ല, മൂപ്പരെ നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് നമുക്ക് ഒരു അസേർട്ടീവ് ആയിട്ടുള്ള ഡയലോഗ് പോലെയുള്ള നെഗോഷിയേഷൻ പോലെയുള്ള സംസാരം നമുക്ക് ഇതുവരെ കൊണ്ടുവരുത്താൻ നമുക്ക് പറ്റിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. എത്രത്തോളം നമുക്ക് അവരെ മനസ്സിലാവുന്നു അത്രത്തോളം നമുക്ക് നമ്മളെ സംസാരങ്ങൾ, അല്ലെ, നമ്മൾ കൊടുക്കുന്ന ഐഡിയാസ് ഒക്കെ അവരുടെ ഹൃദയത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അവരെ കൺസേൺസിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളുണ്ടല്ലോ ഒരു വ്യക്തിയുടെ കൺസേൺസിനെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളടുത്ത് ആരും സംസാരിക്കാതിരിക്കൂല. നമ്മൾ വെറുതെ പറയാം മൂപ്പരടുത്ത് ഞാൻ സംസാരിക്കാൻ പോയാൽ മൂപ്പര് ഇരിക്കൂല, മൂപ്പര് നിൽക്കൂല, മൂപ്പര് കിടക്കൂല എന്നൊക്കെ. കാരണം നമ്മൾ ഇതുവരെ മൂപ്പരെ കൺസേൺ അഡ്രസ് ചെയ്യുന്ന പോലെ സംസാരിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞതിനെ അടിച്ചേൽപ്പിക്കാനേ സംസാരിച്ചിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, ഓക്കെ, ഏതെങ്കിലും ഒരാളെ നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക, അയാളുടെ അടുത്ത് പോയി സംസാരിച്ചാൽ എൻ്റെ പ്രശ്നം മാറും. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ കുടുംബത്തിനോ പുറത്തോ ഒക്കെ. എന്തുകൊണ്ടാണ് നമ്മൾ അവരെ ചൂസ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അവർക്ക് നമ്മളെ മനസ്സിലാവും. നമ്മൾ പറയാതെ തന്നെ അറ്റ്ലീസ്റ്റ് അവർ നമ്മളെ മനസ്സിലാവുന്ന പോലെ ആക്ടെങ്കിലും ചെയ്യുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ അടുത്ത് പോണത്. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ആവാൻ പറ്റിയ, എന്തിനാ നമ്മളെ ഈ ദുനിയാവിലെ വെറുതെ ഏത് കൗൺസിലറുടെ അടുത്ത് പോയിട്ടാ നമ്മുടെ പ്രശ്നം ശരിക്കും സോൾവ് ആയിട്ടുള്ളത്? ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല കേട്ടോ. ശരിക്കും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എല്ലാ പ്രശ്നത്തിന്റെ സൊല്യൂഷനും വസ്തഈനു ബിസ്സബ്രി വസ്സല ആണ്. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും പ്രശ്നം ഇന്ന് വരെ ഏതെങ്കിലും കൗൺസിലർ അടുത്ത് പോയിട്ട് മാറിയിട്ടുണ്ടോ? അതിപ്പോ ഡോക്ടറെ അടുത്ത് പോയാലും പ്രശ്നം മാറുന്നത് അള്ളാഹു സൊല്യൂഷൻ കൊടുത്തിട്ട് തന്നെയാട്ടോ. അതുകൊണ്ട് ആരും ഇനിയിപ്പോ ഡോക്ടറെ അടുത്തും കൗൺസിലറുടെ അടുത്തും പോകണ്ടാന്ന് തീരുമാനിക്കാനല്ല ഞാൻ പറയുന്നത്. എപ്പോഴും നമ്മളുടെ ഒരു മാറ്റം, നമ്മളെ വിശ്വാസത്തിന്റെ ഒരു മാറ്റം, അതിനനുസരിച്ച് നമ്മളുടെ ഒരു പ്രവൃത്തിയുടെ മാറ്റം നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ആരും ഞാൻ ഇനി കൗൺസിലർ അടുത്ത് പോകുന്നില്ല എന്നും തീരുമാനിച്ച് കളയരുത്. പലപ്പോഴും ഒരു ആംഗിൾ നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നം അവിടെ മാറാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, സുബ്ഹാനല്ലാഹ്, നമ്മൾ ആരട്ടെങ്കിലും നമ്മളെ പ്രശ്നം പറയാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവര് നമ്മളെ കേൾക്കും, അവർ നമ്മളെ ജഡ്ജ് ചെയ്യൂല, അവർ നമ്മളെ മനസ്സിലാക്കും. നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കും, പറയാത്ത കാര്യം മനസ്സിലാക്കുന്നത് പോലെ ആക്ട് ചെയ്യും. ആക്ട് ചെയ്യാനേ പറ്റുള്ളൂ മനുഷ്യന്മാർക്ക്, അള്ളാഹ്ക്കേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അതുപോലത്തെ ഒരു കംഫർട്ട് സോൺ നമുക്ക് ഓരോരുത്തർക്കും ആവാൻ ശ്രമിച്ചാൽ എന്താ? നമ്മളുടെ വീടുകളിൽ അപ്പം ഇതുപോലെയുള്ള ആളുകളുടെ ഭാരവും കുറെ കുറയും. ഇതുപോലെയുള്ള ശരിക്കും കഴിവില്ലാത്ത ആൾക്കാർക്ക് കുറേ പൈസയും കൊണ്ടു കൊടുത്ത് കുറേ സമയം കൊണ്ടേ കൊടുത്ത് സമയം വേസ്റ്റ് ആവുന്നതും കുറെ കുറയും. അതിൻ്റെ ഒക്കെ പുറമെ നമ്മുടെ കുടുംബങ്ങളിലെ അകത്തുള്ള ബന്ധങ്ങൾ നല്ല സ്ട്രോങ് ആവും. എല്ലാവർക്കും ഭർത്താവിന് എങ്ങനെയെങ്കിലും ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയാൽ മതി, ഭാര്യയോട് അതൊന്ന് പങ്കുവെച്ചാൽ മതി, ആശ്വാസം എന്നിട്ട് അവർ വീട്ടിലേക്ക് ഓടി വരും. അവർ മൊബൈൽ ഫോണുകളിലും മറ്റുള്ളവരിലും ആശ്വാസം കണ്ടെത്തില്ല. മക്കൾക്കും അതുപോലെ. എല്ലാവരെയും എപ്പോഴത്തെയും മെയിൻ പ്രശ്നം അവരെ അലട്ടുന്ന അവരുടെ ഹൃദയത്തിന്റെ വേദനയാണ്. ആർക്കും മെയിൻ പ്രശ്നം മറ്റുള്ള അവിഹിത ബന്ധങ്ങളോ ഫോണിലുള്ള ഗെയിമോ ഒന്നും അല്ല. പക്ഷേ അതൊക്കെ ആവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കാണാൻ പറ്റാണ്ടാവുമ്പോൾ അവര് അതുകൊണ്ട് സൊല്യൂഷൻ തൽക്കാലം നമ്പാക്കാൻ വേണ്ടിയിട്ട് അതിനെ കവറാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും വീടുകളിൽ ഒരു സ്ട്രോങ് പോയിന്റ് ആയിട്ട് അവർക്ക് വന്ന് പരിഹാരം കണ്ടെത്താനുള്ള, അവരെ കേൾക്കാനുള്ള, അവരെ മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റുകളായി മാറിയ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, എന്തിനാലേ ഈ ദുനിയാവിൽ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പോണത്? എന്നിട്ട് അതുവഴി നമുക്ക് അവരെ അള്ളാഹുവായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ, അവർക്ക് നാളെ നമ്മളടുത്തും വരണ്ട, നമ്മളെ മക്കൾക്കും നമ്മളെ ഭർത്താവിനും. പകരം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് മറ്റുള്ളവർക്ക് ഇതുപോലെ സ്ട്രോങ് പോയിന്റ് ആയി കൊടുക്കാൻ പറ്റും. അങ്ങനെ അവരിലൂടെ അവരും അള്ളാഹുവിലേക്ക് കണക്ട് ആവും. ശരിക്കും നമ്മളുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി അതല്ലേ?
നമ്മളെ വിചാരം നമ്മുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ എല്ലാവരും പറയുന്നത് ഫുള്ള് കേട്ടോ ഓരോ പ്രശ്നം മുഴുവനും നമ്മൾ പരിഹരിച്ചു. നമ്മൾക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റില്ല. നമ്മളെ പ്രശ്നം നമ്മളെ റെസ്പോൺസിബിലിറ്റി വെച്ച് എല്ലാവരെയും അള്ളാഹുലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. അതിന്റെ ആദ്യത്തെ ഒരു പോയിന്റ് ആണ് നമ്മൾ അവർക്കൊരു റീസൺ ആവുക എന്നുള്ളത്, അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഒരു റീസൺ ആവുക എന്നുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ചിന്ത ഇങ്ങനെ കുറെ ഫ്ലോ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം ഉള്ളിലേക്ക് എത്തുന്നു എന്ന് എനിക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ. അപ്പം പെർസെപ്ഷനും റിയാലിറ്റിയും ഓക്കെ, ഓരോരുത്തർക്കും അവനവന്റെ പെർസെപ്ഷൻ ആണ് വലുത്. ഇനി അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ഇമേജസും കൂടെ ഞാൻ കാണിക്കാം, എന്നിട്ട് നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. ഞാൻ ഫോട്ടോ കാണിക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ അതിൽ എന്താ കാണുന്നതെന്ന് ഒന്ന് ചാറ്റിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്താണ് ഇവിടെ നിങ്ങൾ കാണുന്നത്? ചാറ്റിൽ പറ്റുന്നവർക്കൊക്കെ ടൈപ്പ് ചെയ്യാം. ഈ ഒരു ഇമേജിൽ എന്താ കാണുന്നത്? ആരെങ്കിലും രണ്ടാളെങ്കിലും ടൈപ്പ് ചെയ്യും. ഫേസസ്, എല്ലാവരും ഫേസസ് ആണോ കാണുന്നത്? ഫേസസ്, ഫ്ലവർ പോട്ട്, യെസ് യെസ് എക്സാക്ട്ലി, മാഷാഅല്ലാഹ്, എനിക്ക് അത്രയും മതി. അപ്പം ഇവിടെ ഫ്ലവർ വാസ് കാണുന്നവരുണ്ട്, 2 മുഖങ്ങൾ കാണുന്നവരും ഉണ്ട് അല്ലെ? സുബ്ഹാനല്ലാഹ്. ഈ ഇമേജിൽ ഇത് കുറച്ചും കൂടെ ഒരു എവിഡന്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. ഇതിൽ രണ്ടും ചിലപ്പോൾ കാണാൻ പറ്റും, 2 ആംഗിളും ചിലപ്പോൾ ചിലർക്ക് കാണാൻ പറ്റും, ചിലർക്ക് ഒന്നേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിന്റെ തന്നെ വേറെ വേറെ വേർഷൻസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ ചിലത് ചിലപ്പോൾ പോട്ട് മാത്രമായിട്ട് തോന്നും അല്ലെ? ചിലർക്ക് ഒന്നേ കാണാൻ പറ്റുള്ളൂ, ചിലർക്ക് 2 കാണാൻ പറ്റും. മനസ്സിലായില്ലേ? ഇനി വേറൊരു ഇമേജ് കാണിക്കാം. ഓക്കെ, ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. ഇൻഷാ അല്ലാഹ് അത് ശ്രദ്ധിക്കുക എല്ലാവരും. ഇതിൽ നിങ്ങൾ എന്താ കാണുന്നത്? ഫേസസ് വിടാ, ഇതിലെന്താ കാണുന്നത്? ഈ ഇമേജിൽ എന്താ കാണുന്നത്? ഒരു പേഴ്സൺ അയാൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു ലേഡി. ആ പേഴ്സൺ എന്ന് പറഞ്ഞ ആള് എന്താണ് ആ പേഴ്സൺ ചെയ്യുന്നതെന്ന് എന്തെങ്കിലും കാണുന്നുണ്ടോ? യെസ്, ഒരു കുഴൽ ഊതുന്നത് അല്ലെ? ഒരാള് ക്ലാരിനെറ്റ് പോലെയുള്ള ഒരു തരം കുഴൽവാദ്യം. ഓക്കെ, അയാള് അത് ഊതുന്നതായിട്ട് കാണാം. എന്നാൽ ചിലർക്ക് ഒരു ലേഡി ഫേസ് കാണുന്നുണ്ട് അല്ലെ? ഒരു സ്ത്രീയുടെ ഫേസ് കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞതിന് ശേഷം ചിലപ്പോൾ ചിലർക്ക് രണ്ടും കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. ഈ ഇമേജിലും ഇയാളുടെ ക്ലാരിനെറ്റ് കാണാം. ഈ ഇമേജ് നിങ്ങൾ കണ്ടുനോക്കുക. ഇതിനകത്ത് കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ലേഡി ഫേസ് കാണാൻ പറ്റും അല്ലെ? യെസ്. അപ്പം ഇതുപോലെയൊക്കെ തന്നെയാണ് ഏകദേശം എല്ലാ കാര്യങ്ങളും. ചിലർക്ക് സുബ്ഹാനല്ലാഹ് അള്ളാഹിന്റെ തൗഫീഖോട് കൂടി 2 സൈഡും ഓക്കെ അവരതാ കാണുന്നത് ഇവരിതാ കാണുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചിലർക്ക് അവർ പറയുന്ന ആ ഒരു ആംഗിൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇനി വേറെ ഈ ഒരു ഇമേജ് നോക്കുക. ഇത് 6 ആണോ 9 ആണോ? ഇത് 6 ആണോ 9 ആണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? രണ്ടുമാണ്. രണ്ടും 9 6 ബോത്ത്. ഓക്കെ ഓക്കെ, മതി. ഇനഫ്. എനിക്ക് ആവശ്യത്തിനുള്ള മറുപടികളൊക്കെ കിട്ടി. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ. ഇനി ഞാൻ ഇതിന്റെ ഒരു പോയിന്റിലേക്ക് വരാം. ഓക്കെ, depending on the side from which we perceive, right? Yes, alhamdulillah, depends. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി നിർത്തിക്കോ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ പറയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പോയിന്റ് ഇമേജ് വരെ നമ്മൾ പറഞ്ഞ എന്താന്ന് വെച്ചാല് അപ്പം ചിലർക്ക് ഒരു പോയിന്റ് കാണാൻ പറ്റും അല്ലെ? ചിലർക്ക് അതല്ലാത്ത വേറൊരു പോയിന്റ് കാണാൻ പറ്റുള്ളൂ. അതായത് ഓരോരുത്തർക്ക് അവനവന്റെ സ്റ്റാൻഡേ കാണാൻ പറ്റുള്ളൂ, എന്നാൽ രണ്ടും കാണാൻ പറ്റുന്നവരുണ്ട്. ഇതിലേക്ക് വരുമ്പം ഇത് 6 ആണോ 9 ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് 6 കാണുന്നവർ 6 എന്ന് പറയും, 9 കാണുന്നവർ 9 എന്ന് പറയും. പക്ഷെ ഇത് രണ്ടും കറക്റ്റ് ആണോ? രണ്ടും കറക്റ്റ് ആവോ ഒരേ സമയത്ത്? ഇല്ല അല്ലെ? ഇത് ആരാ എഴുതിയത് അല്ലെ? ആരാ എഴുതിയത് സുബ്ഹാനല്ലാഹ് അവർക്കാണ് ഇത് 6 ആണോ 9 ആണോ എന്ന് അറിയാം അല്ലെ? അപ്പം അതാണ് അവിടുത്തെ ശരിയായ ശരി. എഴുതിയ ആള് 6 ഉദ്ദേശിച്ചാണ് എഴുതിയെങ്കിൽ അല്ലെ, ഒരു 6000 രൂപ അയാള് ഇതിനകത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടലാസിൽ എഴുതി കൊടുത്തിട്ട് അത് 9000 എന്ന് പറഞ്ഞാൽ നടക്കുവോ? അയാൾക്ക് 6000 അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം എഴുതിയ ആള് എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അവിടുത്തെ ശരി. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരിക്കലും 2 സൈഡും കാണാൻ പറ്റും എന്നതിന്റെ അർത്ഥം 2 സൈഡും ശരിയാണെന്നല്ല. ഓക്കെ, 2 സൈഡും കാണാൻ പറ്റും എന്നത് നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ
ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ആ സംസാരത്തിനെ ഒന്ന് സ്മൂത്ത് ആക്കാനേ സഹായിക്കുള്ളൂ രണ്ട് സൈഡും കാണാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ അതിന്റെ അർത്ഥം രണ്ടും ശരിയാണെന്നില്ല. കാരണം രണ്ടും ശരിയാണെങ്കിൽ പിന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ പറഞ്ഞോ ശരി, ഞാൻ പറഞ്ഞോ ശരി എന്ന് പറഞ്ഞാൽ കാര്യം നടക്കുമോ? എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം, അത് എങ്ങനെ ചെയ്യണം തീരുമാനിക്കണം. രണ്ട് കൂട്ടർ രണ്ട് അഭിപ്രായം പറയണം. നീ പറഞ്ഞതും കൊള്ളാം, നീ പറഞ്ഞതും കൊള്ളാം എന്ന് പറഞ്ഞാൽ കൺക്ലൂഷൻ ആവോ? ഒരിക്കലും ഇല്ല അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ശരി ഉണ്ടാവും. ആ ശരിയിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് സംസാരിക്കുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് എന്റെ പോയിന്റ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇവിടെ റൈറ്റർ 9 എന്നാണ് എഴുതിയതെങ്കിൽ, എഴുതിയ ആള് 9 എന്നാണ് എഴുതിയെങ്കിൽ അത് 9 ആണ്. അയാൾ 6 എന്നാണ് എഴുതിയെങ്കിൽ അത് 6 ആണ്. അപ്പം രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ടെന്നുള്ളതിൽ അല്ലെങ്കിൽ രണ്ട് പെർസെപ്ഷൻ ഉണ്ടെന്ന് വെച്ചിട്ട് രണ്ടും ശരിയാവില്ല. അപ്പം നമ്മൾ ഒന്ന് ഇസ്ലാമിക് പെർസ്പെക്റ്റീവിലേക്ക് തിരിച്ചു വരാം. ഇതിപ്പം നമ്മളൊരു വെസ്റ്റേൺ പെർസ്പെക്റ്റീവിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, സുബ്ഹാനല്ലാഹ്. വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, എല്ലാവർക്കും അവനവന്റെ ഫുൾ ഫ്രീഡം ഉണ്ട് അല്ലെ. അത് അങ്ങോട്ട് വിട്ട് കൊടുത്തേക്കണം. അവൻ പറയുന്നത് അവന് ശരി, ഞാൻ പറയുന്നത് ഇവന് ശരി. നമ്മളെ ദീനിൽ അത് പറ്റുമോ? ഒരിക്കലും പറ്റൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. ദീനില് ചില നിയമങ്ങളുണ്ട്, ചില റിയാലിറ്റീസ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അത് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതാണ്. അതുകൊണ്ട് നിനക്ക് നിന്റെ ശരി, എനിക്ക് എന്റെ ശരി നമുക്ക് പറ്റൂല. ഈവൻ ഖുർആനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, ഖുർആനെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ എനിക്ക് തോന്നാണ് അള്ളാഹ് എങ്ങനെയൊക്കെയാ പറഞ്ഞത്. അപ്പൊ ഞാൻ തീരുമാനിക്കുന്നത് അള്ളാഹ് എങ്ങനെയാ പറഞ്ഞത്. നടക്കുവോ? ഇല്ല. അള്ളാഹിന്റെ കലാം അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ശരിക്കും തഫ്സീർ അല്ലെ. അത് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ, സലഫുകളുടെ എക്സ്പ്ലനേഷനിലൂടെ അല്ലെ, അവരുടെ നറേഷൻസിലൂടെ, ഹദീസുകളിലൂടെ, പിൽക്കാല പണ്ഡിതന്മാരുടെ റെഫറൻസസിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്കൊരിക്കലും ഇത് 6ഉം ആവാം 9ഉം ആവാം എന്ന് പറഞ്ഞിട്ട് വെസ്റ്റേണൈസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. നിനക്ക് നിന്റെ സ്വാതന്ത്ര്യം, എനിക്ക് എന്റെ സ്വാതന്ത്ര്യം, എല്ലാവർക്കും അവരവരുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് നമുക്കത് ആക്കാൻ പറ്റില്ല. അപ്പൊ ശരിക്കും ഇതുപോലൊരു ഡയലോഗിന്റെ ആവശ്യം നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. എല്ലാവർക്കും പെർസെപ്ഷൻ ഉണ്ട്, പക്ഷെ എല്ലാ പെർസെപ്ഷൻസും റിയാലിറ്റി ആവണം എന്നില്ല. പെർസെപ്ഷൻസ് ചിലപ്പം റോങ് ആവാം, പക്ഷെ റിയാലിറ്റി ഒരിക്കലും റോങ് ആവില്ല. യാഥാർത്ഥ്യം ഒരിക്കലും തെറ്റാവില്ല. പക്ഷെ ഓരോ മനുഷ്യർ ചിന്തിച്ചു വെച്ചത് തെറ്റാവാം. ശരിക്കും ഒന്ന് ആലോചിച്ച്, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ തന്നെ സുബ്ഹാനല്ലാഹ്, ദീനും അല്ലെ, ദീനിന്റെ അറിവിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരുപാട് പെർസെപ്ഷൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ മാറിയത്, ഞാൻ അത് അങ്ങനെയാട്ടോ വിചാരിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇതിട്ട് ഇങ്ങനെയാട്ടോ വിചാരിച്ചത്. പക്ഷെ ഖുർആൻ പഠിച്ചപ്പം അല്ലെ, ദീൻ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പം അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പലരിലൂടെയും മാറ്റി തന്ന നമ്മളുടെ പെർസെപ്ഷൻസ് ഉണ്ട് അല്ലെ, റിയാലിറ്റിയിലേക്ക് നമ്മളെ എത്തിച്ച കാര്യങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം നമുക്ക് റിയാലിറ്റി നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഖുർആനെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കലാമിനെ മാറ്റാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എക്സ്പ്ലെയിൻ ചെയ്തു തന്ന ശരീഅ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിന് അല്ലെ, ഇസ്ലാമിൽ ഒരു പരിധി വരെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, പക്ഷേ അതിനകത്ത് ഒരുപാട് ഘടുപ്പങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് രണ്ടുപേരുടെയും സൈഡ് ആംഗിൾ മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരിക്കലും അത് രണ്ടും ശരിയാക്കാൻ വേണ്ടിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ മക്കളും എന്തോ നമ്മളെ ഹസ്ബൻഡും നമ്മൾ ആരും ആയിക്കോട്ടെ, അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാന്നുള്ളത് അവരും ശരി നമ്മളും ശരിയെന്ന് സ്ഥാപിക്കാനല്ല. ശരിയാണ്, ശരികളിലേക്ക് നമ്മൾ എത്തുകയും വേണം, സംസാരിക്കുകയും വേണം, ഒക്കെ ചെയ്യണം. പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് നമ്മളെ സംസാരങ്ങളെ കൺവീനിയൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്, ഡയലോഗിനെ ഡയലോഗ് ആക്കാൻ വേണ്ടിയിട്ട്, ആർഗ്യുമെന്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറെ സഹായിക്കും. ഓക്കെ. പിന്നെ നമ്മൾ ആ നേരത്തെ പറഞ്ഞ ക്ഷമയുണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിലുള്ള ക്ഷമയും വിട്ടുകൊടുക്കലും ഒക്കെയും, അതൊക്കെയും ഇതിന് നമുക്ക് എന്താക്കും, ഒരു ഫ്യൂവലായിട്ട്. നമുക്ക് നല്ല ക്ഷമയുള്ള ആളുകളാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട്, അതായത് ഇതേ കാര്യം നമുക്ക് പലതവണ പല ഹിക്മത്ത് ഉപയോഗിച്ച് പല സിറ്റുവേഷനിൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനും അവർ കേൾക്കാനും അത് ഹെൽപ്പ് ആവും. പക്ഷെ നമ്മൾ വയലൻസ് ആണെങ്കിൽ അവരൊരിക്കലും അതിന് കേൾക്കാൻ നിൽക്കൂല അല്ലെ. സൈലൻസ് ആണെങ്കിൽ ആ ഒരു റിയാലിറ്റി ഒരിക്കലും അല്ല, അവരുടെ പെർസെപ്ഷൻ ഒരിക്കലും റിയാലിറ്റി ആവുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഓക്കെ, ഞാൻ വിട്ടുകൊടുത്തു, ഞാൻ ക്ഷമിച്ചു, അതുകൊണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കുറെ ദൂരവ്യാപകമായ റിസൾട്ടുകൾ ഉണ്ട്. പലരുടെയും പെർസെപ്ഷൻ ആയിട്ട് തുടരാനും അവരെ റിയാലിറ്റിയിലേക്ക് നമുക്ക് ഒരിക്കലും എത്തിക്കാൻ പറ്റാതിരിക്കാനുള്ള ഒരു കാരണമാണ് നമ്മളുടെ സബ്മിഷൻ അല്ലെങ്കിൽ സൈലൻസ്. അതേപോലെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അതിന്റെ ദോഷവശം ഞാൻ ശരിക്കും വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലായി എന്നും വിചാരിക്കുന്നു. അപ്പൊ നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ അസേർട്ടീവായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആളുകളാവണം അല്ലെ. അസേർട്ടീവ് ആവുമ്പോൾ അതിന്റെ ആദ്യ പടിയിൽ പെട്ടതാണ് ആളുകളുടെ പെർസെപ്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. അതോടൊപ്പം പെർസെപ്ഷൻ അല്ല റിയാലിറ്റിയിലേക്ക് എത്തിക്കണം എന്നുള്ള ആ ഒരു ചിന്തയും. ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ
ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാ. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് തരട്ടെ. അള്ളാഹു ഇതിനൊക്കെ ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും തരട്ടെ. റിഫ്ലക്ഷൻസ് നിങ്ങൾ ചെയ്യുക, പറ്റുമെങ്കിൽ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക. റിഫ്ലക്ഷൻസ് ഒന്നും അധികം വരുന്നില്ല എന്ന് ഞാൻ കാണുന്നുണ്ട്, എന്നാലും നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇൻഷാ അല്ലാ അള്ളാഹു എളുപ്പാക്കി തരട്ടെ എല്ലാവർക്കും. ആമീൻ ആമീൻ. കാരണം ഞാൻ എൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്കാണ് നഷ്ടം ശരിക്കും. ഞാനിവിടെ ഇരുന്ന് ചെയ്യുന്നത് കുറേയൊക്കെ എൻ്റെ റിഫ്ലക്ഷനാണ്. സുബ്ഹാനല്ലാഹ് ഹലാലാക്കത്തില്ലാവില്ല, അതിൻ്റെ ഗുണം ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ റിഫ്ലക്ഷൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അതിപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ വന്ന് സംസാരിച്ചോളണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾ വീടുകളിലോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ എവിടെയെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ, കാരണം നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ക്ലാരിറ്റിയാണ്. അപ്പം സുബ്ഹാനല്ലാഹ് അത് കേൾക്കാൻ ആൾക്കാരും ഉണ്ട്, അത് കേൾക്കേണ്ട ആവശ്യമുള്ള ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കെങ്കിലും നിങ്ങളത് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക. ഗ്രൂപ്പിൽ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു പ്ലാറ്റ്ഫോം അവിടെ ഒരുക്കി വെച്ചത് കൊണ്ടാണ് നിങ്ങളോട് ഗ്രൂപ്പിൽ വന്ന റിഫ്ലക്ഷൻസ് പറഞ്ഞോളാൻ പറയുന്നത്. നിങ്ങൾക്ക് അത് പറ്റൂല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ആർക്കെങ്കിലുമൊക്കെ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള കുറേ ചിന്തകൾക്ക് ക്ലാരിറ്റി കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല തൗഫീക്ക് തരട്ടെ, മാറ്റങ്ങൾക്കുള്ള എളുപ്പം തരട്ടെ. ആമീൻ ആമീൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ ومن نفس لا تشبع ومن دعوة لا يستجاب لها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. والحمد لله.